കേരളത്തിന് വലിയ നിരാശ എന്ന് മാത്രം പറയാവുന്ന രീതിയിൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കേരളം പ്രതീക്ഷിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ലഭിക്കാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട് ഈ നിമിഷങ്ങളിൽ പറയാൻ കഴിയുന്നത്. സംസ്ഥാനം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വേഗറയിൽ ഇടനാഴിയിൽ കേരളത്തിന് ഒരു സ്ഥാനവും ലഭിച്ചില്ല എന്നുള്ള നിരാശാകരമായ ഒന്നാണ് ഈ ബജറ്റിനെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തെ സംബന്ധിച്ചിട്ട് വലിയ നിരാശയിലേക്ക് പോയിരിക്കുന്നു. ആ നിരാശ ഇനി ഉള്ള ദിവസങ്ങളിൽ തുടരും എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ്. മുൻ ബജറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏത് തരത്തിലാണോ കേരളം അവഗണിക്കപ്പെട്ടിരുന്നത് ആ അവഗണന തുടരുന്നു. ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച 7 അതിവേഗ റെയിൽ ഇടനാഴിയിൽ ഒന്നിൽ പോലും കേരളം ഉൾപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുംബൈ, പൂനെ, ഹൈദരാബാദ് ബംഗളൂരു, ഹൈദരാബാദ് ചെന്നൈ ബംഗളൂരു, ഡൽഹി വാരണാസി സിലിഗുരി എന്നീ 7 അതിവേഗ റെയിൽ ഇടനാഴികളാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. ഇതിലൊന്നിലും പെടാതിരുന്നതോടെ കേരള എംപിമാർക്ക് ബജറ്റ് അവതരണത്തിനിടെ എഴുന്നേറ്റ് നിന്ന് കേരളം അങ്ങനെയൊരു സംസ്ഥാനമുണ്ട് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ഓർമ്മിപ്പിക്കേണ്ടി വന്നു. ആ രീതിയിൽ പ്രതിഷേധിക്കേണ്ടി വരികയും ചെയ്തു. എന്ന് മാത്രമല്ല 12 പുതിയ ജലപാതകളിലും കേരളത്തെ ഉൾപ്പെടുത്തിയില്ല. കേരളത്തെ ജലപാതകളിൽ ഉൾപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. 12 പുതിയ ജലപാതകൾ, ആ 12 പുതിയ ജലപാതകളിലും കേരളത്തെ ഉൾപ്പെടുത്തിയില്ല. ആകെ ഉൾപ്പെടുത്തിയത് ധാതു ഇടനാഴിയിൽ മാത്രമാണ്. കേരളത്തെ സംബന്ധിച്ചിട്ട് വലിയ നിരാശാജനകമായിട്ടുള്ള ബജറ്റ്. അപൂർവ ധാതുഖനനം കൂട്ടുക എന്നുള്ള പദ്ധതിയോടുകൂടിയാണ് ഈ കേരളത്തെ ധാതു ഇടനാഴിയിൽ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒഡീഷ, കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളെ ചേർത്താണ് ഇടനാഴി പ്രഖ്യാപിച്ചത്. ഇനി നികുതി ഇനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിരവധി പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി നടത്തുകയുണ്ടായി. പുതിയ ആദായ നികുതി നിയമം ഈ വർഷം ഏപ്രിൽ 1-ാം തീയതി നിലവിൽ വരുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നികുതി നിയമങ്ങൾ ലഘൂകരിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടുണ്ട്. നികുതി നിയമങ്ങൾ ലഘൂകരിക്കും. ജൂലൈ 31 വരെ റിട്ടേൺ സമർപ്പിക്കാം. പരിശോധനയ്ക്ക് ശേഷവും ടാക്സ് റിട്ടേൺ വിവരം പുതുക്കാം. ഒപ്പം വിദേശയാത്രയുടെ TCS 5-ൽ നിന്ന് 2% പ്രവാസികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവരുടെ സ്ഥാവര വസ്തുക്കളുടെ കൈമാറ്റത്തിന് നികുതി കുറയ്ക്കും. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള TCS 5-ൽ നിന്ന് 2% കുറച്ചു. വരുമാനത്തെക്കുറിച്ച് ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന വിവരങ്ങൾ നൽകുകയാണെങ്കിൽ കടുത്ത ശിക്ഷ നൽകുമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. വാഹനാപകട നഷ്ടപരിഹാര തുകയ്ക്ക് നികുതി ചുമത്തില്ല. ക്ലൗഡ് സർവീസുകൾക്ക് 2047 വരെ ടാക്സ് ഹോളിഡേ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. എയർക്രാഫ്റ്റ് വിഭാഗങ്ങൾക്ക് നികുതിയില്ല. വിദേശത്തേക്ക് പണം അയക്കാൻ നികുതി കുറയ്ക്കും. ആണവ പദ്ധതി വസ്തുക്കളുടെ ഇറക്കുമതി ഇളവ് തുടരും. കാർഗോ നീക്കത്തിന് ജല ഇടനാഴിയുണ്ടാവും. കടൽ വിഭവങ്ങൾക്ക് വില കുറയാൻ പോകുന്നു. തുകൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയാൻ പോകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരുമാനത്തെക്കുറിച്ച് തെറ്റായ വിവരം നൽകിയാൽ കടുത്ത ശിക്ഷ പ്രഖ്യാപിക്കും. ക്യാൻസർ ചികിത്സയ്ക്കുള്ള 17 മരുന്നുകൾക്ക് കസ്റ്റംസ് തീരുവ ഇല്ല. അതോടുകൂടി ക്യാൻസർ മരുന്നുകളുടെ വില കുറയും. 7 അപൂർവ രോഗങ്ങളുടെ മരുന്നുകൾക്ക് തീരുവയില്ല. അതും ആ രീതിയിലുള്ള വിലക്കുറവിലേക്ക് നയിക്കും. കന്നുകാലി വളർത്തലിന് സബ്സിഡി ഏർപ്പെടുത്തുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള TCS 2% പരിശോധനയ്ക്ക് ശേഷവും ടാക്സ് റിട്ടേൺ വിവരം പുതുക്കാമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. സംസ്ഥാനങ്ങൾക്ക് 1.4 ലക്ഷം കോടി രൂപ ഫിനാൻസ് കമ്മീഷൻ്റെ ഗ്രാൻഡായിട്ട് ലഭിക്കും എന്നുള്ളതും ഈ ബജറ്റിൻ്റെ പ്രത്യേകതകളായിട്ട് വരുന്നു. എന്തായാലും കേരളത്തിന് അതിവേഗ റെയിൽ ഇടനാഴി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വിദേശത്തേക്ക് പണം അയക്കുന്ന കാര്യത്തിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നികുതി കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള TCS 2% പരിശോധനയ്ക്ക് ശേഷവും ടാക്സ് റിട്ടേൺ വിവരം പുതുക്കാം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. വിദേശയാത്രയുടെ TCS 5-ൽ നിന്ന് 2% വാഹന നഷ്ടപരിഹാര തുകയ്ക്ക് നികുതിയില്ല എന്നതടക്കമുള്ള പ്രത്യേകതകളും ഇന്ന് അവതരിപ്പിക്കപ്പെട്ട ഈ ബജറ്റിൽ പ്രധാനമായിട്ടുള്ള ഒന്നുണ്ട്. എങ്കിലും കേരളത്തെ സംബന്ധിച്ചിട്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നു പോയപ്പോൾ ആ വരവിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ലെങ്കിലും കേന്ദ്ര ബജറ്റിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയെല്ലാം അസ്തമിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ബയോഫാർമ മേഖലയ്ക്ക് വേണ്ടി 10,000 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു.
ബയോഫാർമ ശക്തി എന്ന പദ്ധതിയുടെ കീഴിൽ ഈ മേഖലയെ വികസിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ബയോഫാർമ ഉൽപ്പാദനത്തിൻ്റെ ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുകയാണ് പദ്ധതിയുടെ ഉദ്ദേശമെന്ന് ധനമന്ത്രി സൂചിപ്പിച്ചു. ദീർഘകാല ആരോഗ്യ സംരക്ഷണം, അതേപോലെ ലൈഫ് സയൻസ്, ഈ മേഖല, അതിലെ വളർച്ച, ഈ കാര്യങ്ങളിലൊക്കെ ഈ പദ്ധതി വലിയ പങ്ക് വഹിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. രാജ്യത്തിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിന് ശക്തമായിട്ടുള്ള ഉത്തേജനം നൽകുമെന്നുള്ള പ്രതീക്ഷയും ധനമന്ത്രി പ്രകടിപ്പിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ക്യാൻസർ, പ്രമേഹം പോലെയുള്ള സാംക്രമികേതര രോഗങ്ങളിലേക്ക് നമ്മുടെ രോഗാവസ്ഥ മാറുന്നുവെന്ന് ധനമന്ത്രി സൂചിപ്പിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ബയോളജിക് മരുന്നുകൾ നിർണായകമാകും. ഈ മരുന്നുകൾ താങ്ങാനാവുന്ന വിലയിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. 7 തന്ത്രപരമായ മേഖലകളിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സർക്കാർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ബയോഫാർമ ശക്തി നടപ്പാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യം എങ്ങനെ കൈവരിക്കുമെന്നതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. നികുതി നിയമങ്ങൾ ലഘൂകരിക്കും. കേരളത്തിന് അതിവേഗ റെയിൽപാത ഇല്ല എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡി ബിനോയ്, കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള വലിയ നിരാശാജനകമായിട്ടുള്ള ഒരു ബാക്കിപത്രമാണ് ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയാൻ കഴിയില്ലേ? ബഡ്ജറ്റുകളുടെ പുനരാവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം. കാരണം സംസ്ഥാനത്തിന് അർഹമായ തരത്തിലുള്ള ഒരു പ്രാധാന്യവും നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ. പ്രത്യേകിച്ചും നമ്മൾ എയിംസ്, അതുപോലെ തന്നെ അതിവേഗ റെയിൽപാത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് നമ്മുടെ ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചുള്ള പദ്ധതികൾ, ഗ്രാമീണ മേഖലയിൽ വലിയ തരത്തിലുള്ള പദ്ധതികൾ, നഗരവികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ. ഈ തിരുവനന്തപുരം പോലുള്ള നഗരം ഇപ്പോൾ BJP ഭരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടുത്തെ നഗരത്തിൻ്റെ മോടി പിടിപ്പിക്കുകയും നഗരത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള പദ്ധതികളൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും കേരളത്തിന് വലിയ തരത്തിലുള്ള ഒരു അവഗണന ഉണ്ടായിരിക്കുന്നു തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ആകെ ധാതു ഇടനാഴിയിൽ മാത്രമാണ് കേരളത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് തമിഴ്നാടിൻ്റെ ഒപ്പം തന്നെ കേരളത്തെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഒരു കാര്യത്തിലും കേരളത്തിന് കാര്യമായ പരിഗണന ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഈ സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ നാം ചർച്ച ചെയ്താണ് അതിവേഗ റെയിൽപാത എന്നുള്ളത്. ഈ അതിവേഗ റെയിൽപാത എന്നതിൽ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസവും BJPയും അതുപോലെ തന്നെ CPIM-ഉം കോൺഗ്രസും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട അതിവേഗ റെയിൽ വേണോ അതോ കേരളത്തിൻ്റെതായ റെയിൽ വേണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നെങ്കിലും ആ ഒരു ഗണത്തിൽ പോലും നമ്മളെ പരിഗണിച്ചിട്ടില്ല. മാത്രവുമല്ല, ഇതിൽ ആകെ ഉള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നികുതിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില ക്രമപ്പെടുത്തലുകളും ഒപ്പം തന്നെ ചില കൂട്ടിച്ചേർക്കലുകളും ചില കിഴിവുകൾ അതിനപ്പുറത്തേക്ക് കാര്യമായ തരത്തിൽ ഒരു മാറ്റം കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായി പറയാൻ കഴിയും. കോൾ സെൻറ്ററുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതികൾ, അത് പ്രത്യേകിച്ചും നമ്മുടെ ഈ വിവരസാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ നമ്മുടെ ടെക്നോ പാർക്കുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചെറുകിട കമ്പനികൾക്കുമൊക്കെ വളരെയധികം ആശ്വാസം പകരുന്ന ഒന്നാണെങ്കിൽ തന്നെയും നമ്മുടെ ഗ്രാമീണ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മേഖലകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ടൂറിസം പോലുള്ള മേഖലകളിൽ ഗൈഡുകൾക്ക് വേണ്ടി പ്രത്യേക പഠന കേന്ദ്രങ്ങൾ, ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആ ടൂറിസം മേഖലയെ അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഉയർന്നു വരുന്ന മേഖലകളിലൊന്നാണ് വിനോദസഞ്ചാര മേഖല. ആ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമായ പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ അതുമായി ദേശീയ തലത്തിലുള്ള പ്രഖ്യാപനത്തോടൊപ്പം വരികയോ അതുമായി കേരളത്തെ കൂട്ടിച്ചേർക്കുകയോ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ചും ദേശീയ ജലപാത എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനം തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന ഒരു ജലപാത വികസിപ്പിച്ചിട്ടുണ്ട്. ചരക്കു നീക്കം ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ ഉപരിതല ഗതാഗതം വഴി വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് മാറപ്പെടും എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് അത്തരത്തിൽ ഈ തിരുവനന്തപുരം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ആ ജലപാതയുമായി ബന്ധപ്പെട്ട ഒരു വികസനം അത് കേരളം പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. അത്തരത്തിൽ ജലപാതകളുടെ വികസനം അതൊരു ദേശീയ തലത്തിലെ വികസനത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷ കേരളത്തിനുണ്ടായിരുന്നു. അതിൽ കാര്യമായ ഒരു മാറ്റമോ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമോ ഉണ്ടായിട്ടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആകെ ആശ്വാസകരമായി പറയാൻ കഴിയുന്നത് എന്ന് പറയുന്ന
കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നതായിരിക്കും വ്യക്തം. ആകെ ഉള്ള ഒരു ധാതു ഇടനാഴി, പ്രത്യേകിച്ച് നമ്മളുടെ ധാതു മേഖല ഏകദേശം തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ നീളുന്ന കരിമണലുമായി ബന്ധപ്പെട്ട് വളരെ നാളായിട്ട് കേന്ദ്രം കണ്ണുവച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. ആ ഖനനം കേന്ദ്രത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അത് മാറ്റപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം, അത്തരത്തിൽ ഒരു നീക്കത്തിനപ്പുറത്തേക്ക് നമ്മുടെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള മത്സ്യബന്ധന മേഖലയ്ക്കാണ് കാര്യമായ ഒരു നികുതി ഇളവ് വന്നിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഈ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായൊരു മാറ്റമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനങ്ങളോ ഉണ്ടായിരുന്നു. അതൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ചില ചെറിയ തരത്തിലുള്ള ഫിഷിംഗ് ഹാർബറുകൾ അല്ലെങ്കിൽ ചില ഫിഷിംഗ് ഹാർബറുകളുടെ വികസനം, അത് ഇന്ത്യയിലെങ്ങും തന്നെ അത്തരം വികസനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ല. കേരളത്തിൽ ഒട്ടുമേ വന്നിട്ടില്ല. കാരണം നമ്മുടെ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, കർഷകരുണ്ട്. കർഷകരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കർഷകർക്ക് ഇപ്പോൾ പറഞ്ഞു വരുന്ന ഇതിൽ പറയുന്ന ഒരു കാര്യം കോക്കനട്ടാണ്. അതായത് തേങ്ങയുമായി ബന്ധപ്പെട്ട് പുതിയ റീപ്ലാന്റിംഗ് സംവിധാനം വരും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഫലം കൂടുതൽ കിട്ടാത്തവ മാറ്റിക്കൊണ്ട് പുതിയ തരത്തിലുള്ള ഒരു റീപ്ലാന്റിംഗ് സംവിധാനത്തിലേക്ക് വരും എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ആശ്വാസം വരുന്നത് കാഷ്യൂവിൻ്റെ കാര്യത്തിലാണ്. കാഷ്യൂവിൻ്റെ ഒരു പ്രീമിയം ടൈപ്പ് അല്ലെങ്കിൽ കയറ്റുമതി ലക്ഷ്യമിട്ടുകൊണ്ട് അതിലേക്കൊരു മാറ്റം വരുത്തുന്ന ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഇതിന് അപ്പുറത്തേക്ക് നമ്മുടെ ഒരു വലിയ തരത്തിലുള്ള ഒരു തൊഴിൽ മേഖലയോ അല്ലെങ്കിൽ യുവാക്കൾക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ കാര്യമായ ഒരു പരിഗണന നൽകുന്ന ഒരു പ്രഖ്യാപനം മൊത്തത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതിൽ പ്രത്യേകിച്ച് കേരളത്തിനെ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന വസ്തുത തന്നെയാണ്. ആകെ എടുത്തു പറയാൻ കഴിയുന്നത് ചില ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ചില മാറ്റങ്ങളും ചില കിഴിവുകളുമാണ്. ആ കിഴിവുകളിൽ നികുതിദായകരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമായ സഹായം തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം പ്രത്യേകിച്ചും ഈ ഇൻകം ടാക്സ് നിയമവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അത് യഥാസമയം നികുതി കൊടുക്കാത്തതും അതിൽ പാകപ്പിഴകൾ വരുത്തുകയോ വെട്ടിപ്പ് നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ വലിയ തരത്തിലുള്ള പിഴകളുണ്ടായിരുന്നു. ആ പിഴകളിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്. ഒപ്പം ഈ നികുതി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്രമപ്പെടുത്തൽ നടന്നു. അത് കുറച്ച് സഹായകരമാകും. പ്രത്യേകിച്ചും ഈ വിദേശികളെ സംബന്ധിച്ചിടത്തോളം, അത് വിദേശികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ അത്തരത്തിൽ നമ്മുടെ പ്രവാസികൾക്കും കുറച്ച് ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ യാത്രകൾ സംബന്ധിച്ചുണ്ടാകുന്ന ടാക്സ്, ആ ടാക്സ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന മേഖല, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് നമ്മുടെ വ്യാവസായിക മേഖലയ്ക്ക് എന്തെങ്കിലും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ അത് കാര്യമായിട്ടുണ്ടാകും, ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഒന്നും ഉണ്ടായില്ല. BJPക്ക് അധികാരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആ അധികാരം കിട്ടിയതിന് ശേഷം പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോഴേക്കും വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ആ പ്രഖ്യാപനം അന്നുണ്ടായാലും ഒരു പക്ഷേ അത് ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ബഡ്ജറ്റിലും ഉണ്ടായില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിവര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയത്തേക്ക് അടുത്തിരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ IT മേഖലയിലാണ് അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. ഒപ്പം നമ്മൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇത് ഈ രണ്ട് മേഖലയും ബന്ധിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കേരളത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടോ കാര്യമായ ഒരു പദ്ധതി ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകവുമാണ്. കാരണം കേരളം പ്രതീക്ഷിക്കുന്നത് ഈ മേഖലകളൊക്കെ ആയിരുന്നു. ടൂറിസം മേഖല, ടൂറിസവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ മേഖല, മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് എയിംസ്, ഇങ്ങനെ തുടങ്ങി ഒരു ചങ്ങല പോലെ ബന്ധിപ്പിക്കപ്പെട്ട ചില മാറ്റങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള പ്രതീക്ഷകളൊന്നും തന്നെ ഉണ്ടായില്ല. ഈ യുവാക്കളുടെയും സ്ത്രീകളുടെയും ശാക്തീകരണം, യുവശക്തി എന്നൊക്കെയാണ് ബഡ്ജറ്റിൽ പറയുന്നതെങ്കിൽ തന്നെയും യുവാക്കളുമായി ബന്ധപ്പെട്ട ഒരു ശാക്തീകരണം അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ശാക്തീകരണം ഇതൊന്നും തന്നെ ഇതിൽ ലക്ഷ്യമിടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. മാത്രവുമല്ല ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ അത് ചെറുകിട വ്യവസായത്തിന് പുഷ്ടിപ്പെടുത്തുന്ന ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ആ പ്രഖ്യാപനങ്ങൾ അത് നടപ്പിലായി വരുന്നതിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് ഏറെ നാൾ വേണ്ടിവരും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു നേട്ടം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും വനിതാ ഹോസ്റ്റലുകൾ എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. അത് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയായിരിക്കും. അത് ഏത് മേഖലയുള്ളവർക്ക് അല്ലെങ്കിൽ
എങ്ങനെയായിരിക്കും ആ ഹോസ്റ്റലുകളുടെ പ്രവർത്തനം, അതൊക്കെ ഇനി വരും ദിവസങ്ങൾ വരും. പക്ഷേ ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത് ഈ റെയിൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഈ ബഡ്ജറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് ഏതൊക്കെ തരത്തിലുള്ളതാണ് എന്നറിയണമെങ്കിൽ ഒരു പക്ഷേ റെയിൽ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. എന്തായാലും പൂർണ്ണതോതിൽ നമുക്ക് ഒരു നിരാശ എന്ന് തന്നെ പറയേണ്ടി വരും. സാധാരണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താവുന്ന പതിവുണ്ട്. അത് ഇത്തവണയും അങ്ങനെ തന്നെ ആവർത്തിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു മാറ്റം, അല്ലെങ്കിൽ കേരള ജനതയ്ക്കൊരു മാറ്റം എന്നുള്ള തരത്തിലേക്ക് ഒന്നും തന്നെ വന്നിട്ടില്ല. കാരണം BJP നേതാക്കന്മാരൊക്കെ പറഞ്ഞിരുന്നത് ഈ സംസ്ഥാന ബഡ്ജറ്റിൽ കേരളത്തിന് വലിയ തരത്തിലുള്ള ഒരേപോലെ ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ അത് ആവർത്തിക്കാതിരിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. ആവർത്തിക്കാതിരിക്കുമെന്ന് പറയുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത്, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിനു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തി സംസാരിക്കുകയുണ്ടായി. മൂന്നാം മോദി സർക്കാരിൻ്റെ മൂന്നാം ബജറ്റിൽ പ്രധാനമായിട്ടും 3 നയങ്ങളാണ് ഉള്ളത് എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത്. സാമ്പത്തിക വളർച്ചയ്ക്ക് ഊന്നലുണ്ടാകും, ജനപങ്കാളിത്തമുണ്ടാവും, എല്ലാവർക്കും വികസനമുണ്ടാവും എന്നിങ്ങനെയുള്ള 3 നയങ്ങളിൽ ഊന്നിയാണ് ബജറ്റ് എന്ന് മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. രാജ്യത്തിൻ്റേത് സ്ഥിരതയുള്ള വളർച്ചയാണ് എന്നും കർത്തവ്യ പഥിൽ തയ്യാറാക്കിയ ആദ്യ ബജറ്റാണ് ഇത് എന്നും ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുകയാണ് ബജറ്റിൻ്റെ ആദ്യ കർത്തവ്യം എന്നുമൊക്കെ നിർമ്മല സീതാരാമൻ സൂചിപ്പിക്കുകയുണ്ടായി. 7% വളർച്ച, ഒപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലടക്കം വലിയ പങ്കുവഹിച്ചു മുന്നോട്ട് ഉള്ള പോക്കിൽ എന്ന് നിർമ്മല സീതാരാമൻ സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിനായിട്ട് കേന്ദ്ര ബജറ്റിലെ ആദ്യ പ്രഖ്യാപനം എന്ന് പറയുന്നത് കേന്ദ്ര ബജറ്റിൽ കേരളത്തെ ഉൾപ്പെടുത്തി ധാതു ഇടനാഴി പദ്ധതി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഖനനം, സംസ്കരണം, നിർമ്മാണം, ഗവേഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേരളം ഉൾപ്പെടെയുള്ള ധാതു സമ്പന്നമായ സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക ഇടനാഴികൾ സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നു. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾ ഇവയുടെ ഭാഗമാകും. ഇന്ത്യ 2.0 സെമി കണ്ടക്ടർ മിഷന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. 40,000 കോടി രൂപയാണ് ഇതിനായിട്ട് നീക്കിവച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ധാതു സമ്പുഷ്ടി പ്രയോജനപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ധനമന്ത്രി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി 3 ഇടങ്ങളിൽ അന്താരാഷ്ട്ര ട്രക്കിംഗ് കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തി. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും ജമ്മു കാശ്മീരിലും അന്താരാഷ്ട്ര ട്രക്കിംഗ് കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് ധനമന്ത്രി സൂചിപ്പിച്ചു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് സൂചിപ്പിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ കൃത്യമായും ഈ ബജറ്റിനെ വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ 1-ാം സ്ഥാനത്ത് പ്രധാന ശീർഷകമായിട്ട് ആവർത്തിച്ച അവഗണന ഒന്നുമില്ല കേരളത്തിന് എന്നുള്ളത് തന്നെയായിട്ട് മാറുന്നു. ഡി വിനോദ് സൂചിപ്പിച്ചതുപോലെ എല്ലാ കേന്ദ്ര ബജറ്റിലും ഏത് തരത്തിലുള്ള അവഗണനയാണോ ആ അവഗണനയുടെ ആവർത്തനം തന്നെ ഉണ്ടായി. പക്ഷേ ആ ആവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിന് സ്വാഭാവികമായിട്ടും ആ അവഗണന ആവർത്തിക്കില്ല എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് പോയപ്പോൾ അന്നും പ്രഖ്യാപനം നടത്തിയില്ല. സ്വാഭാവികമായിട്ടും അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ കേട് പരിഹരിക്കുന്ന ഒരു ബജറ്റ് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ട് എല്ലാ വർഷവും സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന അവഗണനയുടെ ചരിത്രമായിരിക്കില്ല കേരളത്തിന് ഇത്തവണ എന്നുള്ള നിലയ്ക്ക് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബജറ്റിനെ കാണാൻ വേണ്ടിയിരുന്നത്. പക്ഷേ ബജറ്റ് പൂർണ്ണമാവുമ്പോൾ ഇപ്പോഴും കേരളത്തിന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് കൃത്യമായിട്ടും എന്ത് തരത്തിലുള്ള സൂചനയാണ് നൽകുന്നത് ഡി വിനോയ്? തീർച്ചയായും ഇതൊരു അവഗണന എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാർ ഇതിൽ കുറേ കാര്യങ്ങൾ, അതായത് MP-മാരുടെ യോഗം വിളിക്കുന്ന ഒരു പതിവുണ്ട്. MP-മാരുടെ യോഗം വിളിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് അടിയന്തരമായി വേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ച നടത്തിയതിനു ശേഷം അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇതിന് നേരിട്ട് ധനമന്ത്രിയെ കാണുന്ന ഒരു പതിവുണ്ട്. മുഖ്യമന്ത്രി അത്തരത്തിലൊരു നീക്കം നടത്തുകയും ചെയ്തെങ്കിൽ തന്നെയും നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം, അതായത് ദേശീയ തലത്തിലുള്ള ആഭ്യന്തര ഉൽപ്പാദനം എന്തുമാത്രം ഉയരുന്നുവോ അത്തരത്തിൽ ഒരു ആഭ്യന്തര ഉത്പാദനത്തിൻ്റെ വർധന കേരളത്തിലും ഉണ്ടാവണം എന്ന് തന്നെയാണ് സംസ്ഥാനം ആഗ്രഹിച്ചിരുന്നത്. അത്തരത്തിൽ ഉൽപ്പാദനം വർദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ ഒരു സാമ്പത്തികപരമായി നമ്മുടെ ഒരു പിടിച്ചു നിൽപ്പ് അത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ.
ദേശീയ തലത്തിൽ നമ്മൾ സാമ്പത്തികപരമായി ദേശീയ തലത്തിലുള്ള ശരാശരിയുമായി നോക്കുമ്പോൾ നമ്മൾ അടുത്തടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും പക്ഷേ നമ്മൾ എപ്പോഴും ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് കേന്ദ്രത്തിൻ്റെ ധനസഹായത്തെയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് വേണ്ടി വന്നിരുന്നത് നമ്മളുടേതായ വ്യവസായങ്ങളും നമ്മളുടേതായ ആ വ്യവസായങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായങ്ങളുമാണ്. അതിൽ പ്രധാനമായി നമുക്ക് വേണ്ടത് ഗതാഗത സംവിധാനങ്ങളാണ്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഈ റെയിൽ കൊറിഡോർ പോലുള്ള ചില പദ്ധതികളൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഴിഞ്ഞം വലിയ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഒരു നേട്ടം, അത് എടുത്തു പറയേണ്ട നേട്ടം തന്നെയാണ്. ആ നേട്ടത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഏകദേശം 700ഓളം തന്നെ കപ്പലുകൾ വന്നു പോകുന്നു. അന്തർദേശീയ കപ്പൽ ചാനലിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാക്കിയ നേട്ടങ്ങൾ. പക്ഷേ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനുബന്ധ സംവിധാനങ്ങൾ, അതിൻ്റെ ഉപരിതല ഗതാഗത വർധന, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട റെയിൽ സംവിധാനങ്ങൾ, അതിനെല്ലാം ഉപരിയായി ഏറെ നാളായി കേരളം ആഗ്രഹിക്കുന്ന, കേരളം അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പകുതിയിലധികം പൈസ മുടക്കാമെന്ന് പറയുന്ന ശബരി റെയിൽ പദ്ധതിയുണ്ട്. ശബരി റെയിൽ പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മലയോര മേഖലയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കാലടി മുതൽ എരുമേലി വരെ കടന്ന് ശബരിമലയെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഒരു പദ്ധതിയായിരുന്നു. ആ പദ്ധതിക്ക് എന്തെങ്കിലും വിഹിതങ്ങൾ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞിരുന്നു, ഉൾപ്പെടുത്തിയിട്ടില്ല. വിഴിഞ്ഞം പദ്ധതിക്ക് കാര്യമായ സംവിധാനങ്ങളില്ല, അല്ലെങ്കിൽ സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രഖ്യാപനങ്ങളോ ഉണ്ടായിട്ടില്ല. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് വേണ്ടത് ഗതാഗത സംവിധാനങ്ങൾക്ക് കാര്യമായ ഒരു സഹായം, പ്രത്യേകിച്ചും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നടന്നു വരികയാണ്. അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. അതിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു കേരളം വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കേരളം ഒരു പടി കൂടി മുന്നോട്ട് ചിന്തിച്ചുകൊണ്ടായിരുന്നു ഒരു റെയിൽ പദ്ധതിയെ കൊണ്ട് ചിന്തിച്ച RRTS എന്ന് പറയുന്ന ഈ നമ്മുടെ റൂറൽ റെയിൽ പദ്ധതികൾ എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് നടത്താൻ പട്ടണത്തിലുള്ള റെയിൽ പദ്ധതികളെല്ലാം തന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച ഒരു പദ്ധതി. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ സർക്കാർ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെയും കേന്ദ്രത്തിൽ നിന്നും ഇത്തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളൊക്കെ തന്നെ അസ്തമിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു മാറ്റം, പ്രധാനമായും നമ്മുടെ കശുവണ്ടി മേഖലയിലെ കയറ്റുമതിയുണ്ട്. നമ്മുടെ കാർഷിക മേഖലയിൽ ഇപ്പോൾ ഉൽപ്പാദനം കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ തന്നെ കാർഷിക മേഖലയിലെ ഉൽപ്പാദനം വർദ്ധിച്ചു. അത് കയറ്റുമതിയുടെ സാധ്യതകൾ കൂട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കയറ്റുമതിക്ക് നമ്മുടെ കാർഷിക വിഭവങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ അത് കയറ്റി അയക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകൾ, അതിന് ഒരു സംവിധാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടത് സൂക്ഷിക്കുന്ന സംവിധാനങ്ങൾ, ഇതൊക്കെ സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾക്കോ നമ്മുടെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്കോ ഒരു പരിഗണനയും നൽകാതെ കേവലം ചില നികുതി നിയമങ്ങളിലെ പരിഷ്കരണവും ചില നികുതിദായകർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ചില ക്രമപ്പെടുത്തലുകളും പിന്നെ വിവരസാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട നികുതി ഇളവുകളും ഒപ്പം അതിനും അപ്പുറത്തേക്ക് പിന്നൊരു ആശ്വാസം എന്ന് പറയുന്നത് മെഡിക്കൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ അർബുദം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്കുള്ള മരുന്നുകളുടെ നികുതി കുറച്ചതാണ്. അത്തരത്തിൽ ഒരു കുറവിനപ്പുറത്ത്, അത് ദേശീയ തലത്തിൽ എല്ലായിടത്തും കിട്ടുന്ന ഒരു കുറവ്, അതിനപ്പുറത്തേക്ക് നാം എന്താണോ പ്രതീക്ഷിച്ചത് അത് കിട്ടിയില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJP ഉന്നം വച്ചിരിക്കുന്നത് 5 മുതൽ 10 വരെ സീറ്റ്, കേരളത്തിൽ വലിയ വോട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം വരുന്ന സാഹചര്യത്തിൽ BJP അല്ലെങ്കിൽ ഈ ബഡ്ജറ്റിൽ കേന്ദ്ര സർക്കാർ നമുക്ക് എന്താണ് പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. പക്ഷേ ആ ചോദ്യത്തിനും അപ്പുറത്തേക്ക് കാലാകാലങ്ങളായി രാഷ്ട്രീയ ഭേദമന്യേ, അതായത് കോൺഗ്രസോ CPM എന്നോ BJP എന്നോ അതിനപ്പുറത്തേക്ക് കേരള ജനത വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണ്. ഏറെ നാളുകളായി നമ്മൾ പറഞ്ഞു കേൾക്കുന്ന, നമ്മൾ ആവശ്യപ്പെടുന്ന, എല്ലാ ബഡ്ജറ്റുകളിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നാണ് എയിംസ് എന്ന് പറയുന്നത്. എയിംസിൻ്റെ പേരിൽ വലിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു പദ്ധതിയിൽ മാത്രവുമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ട്രക്കിംഗ് പാത്തുകളുടെ കാര്യത്തിൽ കേരളത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മുടെ അഗസ്ത്യാർകൂടം പോലുള്ള മലനിരകളുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഈ
തേക്കടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. അങ്ങനെ തുടങ്ങി നമ്മുടെ ഈ ഇൻറ്റേർണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടുള്ള നമ്മുടെ ടൂറിസം വികസനത്തിന് സാധ്യതകളുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മേജർ ട്രക്കിംഗ് പദ്ധതികൾ ഉൾപ്പെടുത്തിയപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടി ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ അത് വലിയ തരത്തിലുള്ള ഒരു പിന്തുണയായിരുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒട്ടുമിക്ക ജില്ലകളും വനമേഖലയുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ്. അവരുടെ കൃഷിനാശം, അവർക്കുണ്ടാവുന്ന ജീവനാശം, അല്ലെങ്കിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്, അങ്ങനെ തുടങ്ങി എത്രയെത്ര പ്രതിസന്ധികളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. BJP എപ്പോഴും ഇത്തരത്തിൽ കർഷകർക്ക് അല്ലെങ്കിൽ മലയോര കർഷകർക്ക് വലിയ തരത്തിലുള്ള പിന്തുണ നൽകുമെന്ന് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും വാദോരാതെ പ്രസംഗിച്ചിരുന്നു. പക്ഷേ ഈ മേഖലകളിലേക്ക് ഒന്നും തൊടുക പോലും ചെയ്യാതെ കടന്നുപോയി എന്നുള്ളത് സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ്. അവരുടെ പ്രതീക്ഷകൾ, മലയോര കർഷകരുടെ പ്രതീക്ഷകളൊക്കെ ഒരു പരിധിവരെ അസ്തമിക്കുകയും ചെയ്തു. ഇനി നമ്മുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സുകളിലൊന്ന് റബ്ബറാണ്, 2 കുരുമുളകുണ്ട്. അങ്ങനെ തുടങ്ങി നമ്മുടെ നാണ്യവിളകൾ, ആ നാണ്യവിളകളിൽ ഒന്നിന് പോലും തൊട്ടിട്ടില്ല. നമ്മുടെ പ്രധാനപ്പെട്ട വ്യാവസായിക മേഖലകൾ, റബ്ബറിനൊരു താങ്ങുവിലയോ അല്ലെങ്കിൽ നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങളുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് നമുക്കെന്തെങ്കിലും ഒരു പാർക്കോ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളോ ഒക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പ്രതീക്ഷയും കേരളത്തിൻ്റെ ഒരു മേഖലയിൽപ്പെട്ട ആർക്കും തന്നെ, അതായത് സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പോകുന്ന, അവർ ഇടപെടുന്ന, അവരുടെ തൊഴിൽ സാധ്യതകൾ കണ്ടെത്തപ്പെടുന്ന മേഖലയ്ക്ക് കാര്യമായ തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും വരാതെ അതല്ലെങ്കിൽ ആ സാധാരണ ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കടന്നു പോകുന്ന മേഖലകൾക്ക് ഒരു തരത്തിലെ സഹായവും ഇല്ലാതെ കടന്നുപോയ ഒരു ബഡ്ജറ്റ് എന്ന് വേണം ഇതിനെ വിലയിരുത്താൻ. കണക്കുകളിൽ ബഡ്ജറ്റ് ഗംഭീരമാണ്, വളരെ മെച്ചമാണ്. പറയുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ, ഇപ്പോൾ തന്നെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് പുതിയ തരത്തിലുള്ള ഒരു മിഷൻ, ഖേലോ ഇന്ത്യ മിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. Proposed to extend time available for revising returns from 31st December to up to 31st March with the payment of a nominal fee. കേരളത്തെ സമ്പൂർണ്ണമായി അവഗണിച്ചും നികുതിദായകർക്ക് ഇളവുകൾ നൽകിയും വ്യാവസായിക മേഖലയ്ക്ക് ഉണർവ് നൽകിയും മൂന്നാം മോദി സർക്കാരിൻ്റെ 3ാം ബജറ്റ് അവതരിപ്പിച്ചു. ബജറ്റ് യുവാക്കളുടെയും സ്ത്രീ തൊഴിലാളികളുടെയും മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ളതാണ് എന്നുള്ള പ്രഖ്യാപനമാണ് കേന്ദ്ര ധനമന്ത്രി നടത്തിയത്. അതേസമയം കേരളത്തിന് എയിംസ് ഇത്തവണയും ഇല്ല. ബിനോയ് വിവരങ്ങൾ നൽകുന്നു. വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ കണ്ണുവയ്ക്കുന്ന പതിവ് സംസ്ഥാനത്തിനുണ്ട്. അത്തരത്തിലൊരു പ്രതീക്ഷ കേരളത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. കേരളം എപ്പോഴും പ്രതീക്ഷിക്കുന്നതാണ് എയിംസ്, ഒപ്പം തന്നെ ഉപരിതല ഗതാഗതവുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ. കേരളത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി നമ്മൾ കണക്കാക്കുകയും അത് വളർച്ചയുടെ 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയും ചെയ്യുന്ന വിഴിഞ്ഞം പദ്ധതി, മലയോര കർഷകരുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിത മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള വൻകിട പദ്ധതികൾ, അല്ലെങ്കിൽ അവരുടെ വ്യാവസായിക മേഖലയിലെ മാറ്റങ്ങൾ, അങ്ങനെ തുടങ്ങി നിരവധിയായ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ബഡ്ജറ്റായിരുന്നു ഇത്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിനെ കൈവിടില്ല എന്ന പ്രതീക്ഷ കേരളത്തിലെ ഓരോ ആളുകൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു നിരാശ സമ്മാനിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് എന്ന് വേണം ഇതിനെക്കുറിച്ച് പറയേണ്ടത്. ആകെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഖനന മേഖലയുമായി ബന്ധപ്പെട്ട ഇടനാഴി, അത് തമിഴ്നാടിനോടൊപ്പം ചേർത്തുകൊണ്ട് കേരളത്തിൻ്റെ തീരത്തുള്ള കരിമണൽ ഉൾപ്പെടെയുള്ള ധാതുക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഖനന ഇടനാഴി എന്നതിനപ്പുറത്തേക്ക് പിന്നീട് എടുത്തു പറയാൻ ഉള്ളത് ചില നികുതി ഇളവുകൾ മാത്രമാണ്. അത് ഈ രാജ്യത്തെ എല്ലാവർക്കും ലഭ്യമാകുന്ന നികുതി ഇളവ് സംസ്ഥാനത്തിന് ബാധകമാകുന്നു എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചുള്ള ഒരു പ്രഖ്യാപനവുമില്ലാത്ത ഒരു ബഡ്ജറ്റ് എന്ന് വേണം ഇതിനെക്കുറിച്ച് പറയാൻ. സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു തുക, ആ പ്രഖ്യാപനം അല്ലെങ്കിൽ ആ തുകയെക്കുറിച്ചുള്ളൊരു പ്രഖ്യാപനം ഇതിനകത്തില്ല, ഈ ബഡ്ജറ്റിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായി എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇനി ഈ വിഴിഞ്ഞം പദ്ധതിയുടെ വികസനത്തിന് ഉപരിതല ഗതാഗതത്തിൻ്റെ വികസനം അനിവാര്യമാണ്, റോഡും റെയിലും. ആ പദ്ധതികൾക്ക് ഒരു പൈസ പോലും ഈ ബഡ്ജറ്റിൽ കേന്ദ്ര വിഹിതമായി മാറ്റിവെച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തേത്, നാം എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒന്നാണ് കേരളത്തിലെ ഈ ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ അതിവേഗ റെയിൽ സംവിധാനം. ആ അതിവേഗ റെയിൽ സംവിധാനം കേരളത്തിൽ വേണ്ടി ഏതെങ്കിലും ഒരു പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, അതില്ല.
മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, കർണാടകയെയും തമിഴ്നാടിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിവേഗ റെയിൽ പദ്ധതി വരുന്നു എന്നുള്ളത് വരുമ്പോൾ നമ്മൾ വെറും നോക്കുകുത്തികളായി മാറപ്പെടുന്നു എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിലെ മറ്റൊരു സാഹചര്യം. അതിനപ്പുറത്തേക്ക് നമ്മുടെ വിശാലമായ കടൽ മേഖല അല്ലെങ്കിൽ കടൽത്തീര മേഖലയിലെ അവരെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ മത്സ്യവിപണനവുമായി ബന്ധപ്പെട്ട് ചെറുകിട തുറമുഖങ്ങൾ അല്ലെങ്കിൽ ഫിഷിംഗ് ഹാർബറുകൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ആ ഹാർബറുമായി ബന്ധപ്പെട്ടുള്ള വിപണന കേന്ദ്രങ്ങൾ, പക്ഷേ വിപണന കേന്ദ്രങ്ങൾ പ്രഖ്യാപിച്ചുവെങ്കിൽ തന്നെയും ഇത്തരത്തിൽ സാധാരണ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ ഒരു പിന്തുണയും ലഭിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. പിന്നീട് കാർഷിക മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് റബ്ബർ കർഷകരാണ്. രണ്ടാമത്തേത് നമുക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്ന സുഗന്ധവ്യഞ്ജന വ്യവസായങ്ങളാണ് അല്ലെങ്കിൽ സുഗന്ധദ്രവ്യ വ്യവസായങ്ങളാണ്. ഈ സുഗന്ധദ്രവ്യ വ്യവസായവും അല്ലെങ്കിൽ റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. വലിയ തരത്തിൽ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്തതാണ് മലയോര മേഖലയിലെ കർഷകരുടെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ. അത് ഉയർത്തി കാണിച്ചുകൊണ്ട് BJP തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രചരണം നടത്തിയതാണ്. പക്ഷേ ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലെ പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷകൾ തകർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ബഡ്ജറ്റുകളും കഴിഞ്ഞ 10 വർഷമായിട്ട് ഓരോ ബഡ്ജറ്റുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോഴും ആ ബഡ്ജറ്റുകൾ നമ്മൾ പ്രതീക്ഷകളുടെ കണ്ണു വെക്കുമ്പോഴും ഒക്കെ ഉള്ളത് എയിംസ് എന്ന് പറയുന്ന ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ ഒരു വികസന പദ്ധതിയാണ്. പക്ഷേ അത് ഇത്തവണയും അതിലും കേരളത്തെ തളഞ്ഞിരിക്കുന്നു. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടും കേരളത്തെ തഴഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു സവിശേഷമായ ഒരു എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ദേശീയ ജലപാതകൾ പ്രഖ്യാപിച്ചു. ദേശീയ ജലപാതകൾ പ്രഖ്യാപിച്ചിട്ട് കേരള സംബന്ധിച്ചിടത്തോളം കേരളത്തിന് തിരുവനന്തപുരത്ത് തുടങ്ങി കാസർഗോഡ് വരെ നീളുന്ന ഒരു ജലപാതയുണ്ട്. ആ ജലപാതയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ആ ജലപാതയെ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപരിതല ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. പക്ഷേ ആ പദ്ധതിക്കും ഒരു വിധത്തിലുള്ള സഹായവും ഉണ്ടായിട്ടില്ല. ആകെ വരുന്ന നെൽകർഷകരുണ്ട്. അങ്ങനെ നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള ആർക്കും വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ പ്രസ്താവനകളോ ഒന്നും തന്നെ ഇല്ലാതെ കടന്നുപോയി എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് നിരാശയ്ക്കപ്പുറത്തേക്ക് മറ്റൊരു ആശ്വാസവും പകരുന്നില്ല. ആകെയുള്ളത് ഈ ഖനന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ധാതു ഇടനാഴി, അതിനപ്പുറത്തേക്ക് എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയതിൻ്റെ കൂട്ടത്തിൽ നമുക്കും ലഭിക്കുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ചില പദ്ധതികളും മാത്രമാണ്. ഇനി അതായത് ധാതു ഇടനാഴി, അതേപോലെ തന്നെ ഈ കടലാമ സംരക്ഷണ കേന്ദ്രം, മറ്റൊരു ഭാഗത്ത് കടലാമ സംരക്ഷണ കേന്ദ്രമാണ് കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്. ധാതു ഇടനാഴിക്ക് പുറമെ ഈ 2 കാര്യങ്ങൾക്ക് പുറമെ പ്രത്യേകിച്ചൊന്നും കേരളത്തിന് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിവേഗ റെയിലിൽ കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാടും കർണാടകവും ഒക്കെ ഉൾപ്പെട്ടപ്പോഴും കേരളത്തെ അവഗണിച്ചു എന്നുള്ളതാണ്. ഇനിയോ എപ്പോഴും സുരേഷ് ഗോപി അടക്കമുള്ളവർ ആവർത്തിച്ച് ഉച്ചരിക്കുന്ന എയിംസ് എന്നുള്ള വാക്ക്, ഈ ദീർഘകാല ആവശ്യമായിട്ടുള്ള എയിംസ് എന്ന ആവശ്യം പരാമർശിക്കപ്പെട്ടു പോയിട്ടുകൂടിയില്ല എന്നുള്ളതാണ്. ബിനോയ്, തീർച്ചയായും എയിംസ് എന്നുള്ള നമ്മുടെ അവകാശവാദം ഇനി നമ്മൾ മറക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് അവരാദ്യം പറഞ്ഞത് BJP ആദ്യം പറഞ്ഞത് കേരളത്തിൽ നിന്ന് പ്രതിനിധിയില്ല അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് പ്രാതിനിധ്യമില്ല, അതുകൊണ്ടാണ് പലപ്പോഴും കേരളം അവഗണിക്കപ്പെടുന്നത്. ഇപ്പോൾ ജനപ്രതിനിധി മാത്രമല്ല, കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവരുണ്ട്. മാത്രമല്ല ഒരു കോർപ്പറേഷൻ BJPക്ക് കിട്ടി. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോൾ തന്നെയും കേരളത്തെ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കടലാമ സംരക്ഷണ കേന്ദ്രം സംബന്ധിച്ചിടത്തോളം നമ്മുടെ തീരമേഖലയിൽ അങ്ങനെ കടലാമകൾ കൂടുതലായി എത്തപ്പെടുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവയെ നശിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അവയുടെ ഈ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും തന്നെ ഈ കേരള തീരങ്ങൾ അങ്ങനെ കാര്യമായി അത് ഉപയോഗപ്പെടുത്തുന്നതുമില്ല. പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ, കടലാമ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേന്ദ്രം, എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച റബ്ബർ കർഷകരായിരുന്നു. റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ
ആ വിഭാഗങ്ങളെ BJP-യിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ചില നീക്കങ്ങളൊക്കെ ആ മേഖല കേന്ദ്രീകരിച്ച് നടത്തിയപ്പോഴും പ്രസംഗിച്ചപ്പോഴും ഒക്കെ തന്നെ റബ്ബറിന് അവർ മുന്തിയ പരിഗണന നൽകും, റബ്ബർ കർഷകർക്ക് കാര്യമായ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നൊക്കെ ഉറപ്പുകൾ നൽകിയിരുന്നെങ്കിൽ തന്നെയും ആ ഉറപ്പുകളൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല. ആകെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മളിപ്പോൾ വിവരസാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് IT സെക്ടറുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ ഇൻഫോ പാർക്ക്, അതുപോലെ ടെക്നോ പാർക്ക്, കൊച്ചിയിലെ ഇൻഫോ പാർക്ക്, ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പക്ഷേ ഈ മേഖലയുടെ അടിസ്ഥാന വികസനം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലെ വികസനത്തിൽ ചില പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കേന്ദ്രത്തിൻ്റെതായ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചു. കാരണം നമ്മുടെ നോളജ്, നമ്മുടെ അറിവ് എന്നുള്ളത് വിൽക്കപ്പെടുന്ന, അല്ലെങ്കിൽ കേരളത്തിൻ്റെ അറിവ് വിൽക്കപ്പെട്ട് അതിലൂടെ നമ്മൾ സാമ്പത്തികമായി നമ്മൾ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടായിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം കൂടാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ആകെ ഉള്ളത് കോൾ സെൻറ്ററുകൾക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു നികുതി ഇളവ്. അത് എല്ലാ സംസ്ഥാനങ്ങൾക്കുമുണ്ട്. കേരളത്തിലും അത്തരത്തിൽ ഒരു നികുതി ഇളവ് എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു കാര്യമായ ഒന്നും തന്നെയില്ല. പിന്നീട് എടുത്തു പറയേണ്ടത് ഈ നമ്മുടെ കശുവണ്ടി മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രീമിയം ലെവലിലുള്ള, അല്ലെങ്കിൽ അത് അതിൻ്റെ കയറ്റുമതിയുമായി ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റം, ഒരു ചേഞ്ച്, ആ മാറ്റം കർഷകർക്ക് ഒരു പക്ഷേ ഒരു പരിധിവരെ കിട്ടണമെന്നില്ല. അത് കയറ്റി അയക്കപ്പെടുന്നവർക്കായിരിക്കും, അല്ലെങ്കിൽ കശുവണ്ടി കയറ്റി അയക്കുന്ന അതിൻ്റെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നവർക്കായിരിക്കും അതുമായുള്ളൊരു സാമ്പത്തികപരമായ ഒരു ഉന്നമനം ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ താഴേക്കിടയിലുള്ള കർഷകരെ അവഗണിച്ചുകൊണ്ടും വികസനത്തിന് കാര്യമായ ഊന്നൽ നൽകാതെയും പ്രതീക്ഷകൾ, നമ്മുടെ വൻകിട പ്രതീക്ഷകളെ തള്ളിക്കളഞ്ഞുകൊണ്ടുമുള്ള ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനം കേരളത്തിന് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു ബഡ്ജറ്റ് പ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ കഴിയും. ആകെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ നമുക്കും അതുവഴി കിട്ടിപ്പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ലഭിക്കുന്നത് പോലുള്ള പ്രഖ്യാപനങ്ങളിൽ മാത്രം ആണ് നമ്മളും ഒതുങ്ങപ്പെട്ടിരിക്കുന്നത്. അതിൽ നികുതിയുടെ കാര്യത്തിൽ ഉണ്ട്, അതുകൂടാതെ തന്നെ നമ്മുടെ തീരദേശ വികസനവുമായി ബന്ധപ്പെട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് മേഖലകളിൽ ഇപ്പോൾ കായികമായാലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഇനി ബഡ്ജറ്റിൻ്റെ ഒരു പൂർണ്ണ രൂപം കിട്ടുമ്പോൾ മാത്രമായിരിക്കും ഏതൊക്കെ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നമുക്ക് കൂടുതലായി സഹായകരമായി ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. റെയിൽവേയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളത് ചോദിച്ചാൽ, നമ്മൾ എത്രയോ നാളായിട്ട് ആവശ്യപ്പെടുന്നൊരു പ്രധാനപ്പെട്ട റെയിൽ പദ്ധതിയാണ് നമ്മുടെ മലയോര മേഖലയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ഒരു 6 മാസം മുമ്പും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും കേന്ദ്ര റെയിൽ മന്ത്രിയും വലിയ തരത്തിൽ ചർച്ച നടത്തി ഇതിൻ്റെ മുതൽ മുടക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ പരമാവധി ധനം മുടക്കാമെന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ ആ ശബരി പദ്ധതിയെക്കുറിച്ച് ഒരു വാക്ക് പോലും ഉരിയാടാതെ പോയൊരു ബഡ്ജറ്റ് എന്ന് വേണം. അങ്ങനെ അതെ, ശബരി പദ്ധതി എന്ന് പറയുമ്പോൾ ശബരിമല എന്നതുമായിട്ട് ചേർത്ത് വെക്കേണ്ടത് കൂടിയാണ്. ശബരിമല BJP-യെ സംബന്ധിച്ചിട്ട് കേരളത്തെ പിടിച്ചെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഉപാധികളിലൊന്നായിട്ട് കരുതപ്പെടുന്ന ഒന്ന് എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ടും ശബരി ഈ പാതയുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള പ്രഖ്യാപനങ്ങളോ അതിലേക്കുള്ള നീക്കിയിരിപ്പുകളോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരേണ്ടതായിരുന്നു. അതും വന്നിട്ടില്ല. അപ്പോൾ റെയിൽവേയിൽ കേരളം ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിലിപ്പോൾ ഈ സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കുക, അതിനെ ത്വരിതപ്പെടുത്തുക, ഒപ്പം തന്നെ ആ വളർച്ചയെ നിലനിർത്തുക എന്നതിനായിട്ട് 6 മേഖലകളിൽ ഇടപെടലുകൾ നടത്തുമെന്നാണ് കേന്ദ്ര ബജറ്റ് പ്രധാനമായിട്ടും വാഗ്ദാനം ചെയ്തത്. തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, പാരമ്പര്യ വ്യവസായ മേഖലകളെയൊക്കെ പുനരുജ്ജീവിപ്പിക്കുക, മികച്ച MSME-കളെ വാർത്തെടുക്കുക, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ കരുത്ത് പകരുക, ദീർഘകാല സുരക്ഷയും ഒപ്പം തന്നെ സ്ഥിരതയും ഉറപ്പാക്കുക, നഗര സാമ്പത്തിക മേഖലകളൊക്കെ വികസിപ്പിക്കുക, ഇതിനൊക്കെ ഊന്നൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി രാജ്യത്തെ നികുതി നിയമങ്ങളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ അത് ലഘൂകരിക്കുമെന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ ധനക്കമ്മി എന്ന് പറയുന്നത് GDP-യുടെ 45% ആക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നു. 2026 സാമ്പത്തിക വർഷത്തിലെ മൂലധന ചെലവ് 11 ലക്ഷം കോടി രൂപയായിട്ട് കണക്കാക്കുന്നു. കടം ഇതര വരുമാനം എന്ന് പറയുന്നത് 36.5 ലക്ഷം കോടി രൂപയായിട്ട് കണക്കാക്കുന്നു. അറ്റ നികുതി വരുമാനം 28.7 ലക്ഷം കോടി രൂപയായിട്ട് കണക്കാക്കുന്നു. ഇങ്ങനെയുള്ള കണക്കുകൾ അതിൽ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഹൈസ്പീഡ് റെയിൽവേയിൽ കേരളമില്ല. രാജ്യത്തെ 7 ഹൈസ്പീഡ് അതിവേഗ റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിച്ചതിൽ കേരളമില്ല. മുംബൈ പൂനെ ഹൈദരാബാദ് ബംഗളൂരു, ഹൈദരാബാദ് ചെന്നൈ ബംഗളൂരു, ഡൽഹി വാരണാസി സിലിഗുരി, ഇതൊക്കെയാണ് പുതിയ ഇടനാഴികളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ഇടനാഴികളിൽ ഒരിടത്തും കേരളം എന്നുള്ള വാക്കേയില്ല, കേരളം എന്നൊരു സംസ്ഥാനമേ ഇല്ല. കേരളം എന്ന ഒരു സംസ്ഥാനം അതിൻ്റെ റെയിൽവേയുടെ ഭൂപടത്തിൽ പോലും വരുന്നില്ല എന്നുള്ളതാണ്. ഓർക്കുക, ബജറ്റിൽ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് 29 ആവശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള കത്ത് കേരള സംസ്ഥാനത്തിന് വേണ്ടി ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്രമന്ത്രിക്ക് കൈമാറിയിരുന്നു.
ഏറെ ചർച്ച ചെയ്യപ്പെട്ട എയിംസ് ഉൾപ്പെടെ കേരളത്തിന് ശ്രദ്ധേയമായിട്ടുള്ള ഒരു പദ്ധതിയുമില്ല. കശുവണ്ടി നാളികേര സംരക്ഷണം, അതേപോലെ ഇപ്പോൾ ഡി ബിനോയ് സൂചിപ്പിച്ചതുപോലെ കടലാമ സംരക്ഷണം, ഇങ്ങനെയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായിട്ടുള്ള പൊതുവായ പ്രഖ്യാപനങ്ങളിൽ മാത്രം സംസ്ഥാനത്തിന് ആശ്വാസം കൊള്ളാം എന്നുള്ളത് മാത്രമാണ്. സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങൾ നിസ്സാരമാണോ എന്ന് ചോദിച്ചുകൊണ്ട് BJP നേതാക്കൾ രംഗത്ത് വന്നു എന്നും വന്നേക്കാം. പക്ഷേ ഈ കേരളത്തെ സംബന്ധിച്ചിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതായിരുന്നില്ല ബജറ്റ് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം, അല്ലേ ഡി ബിനോയ്? തീർച്ചയായും അത് കേരള സംബന്ധിച്ച് മാത്രമല്ല, തെക്കേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യമായൊരു പരിഗണന നൽകിയിട്ടില്ല എന്നാണ്. കാരണം തമിഴ്നാടും കേരളവും ഒരുപോലെ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സമയമാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ രണ്ട് സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചില വ്യവസായങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങളൊക്കെ ഈ രണ്ട് മുഖ്യമന്ത്രിമാരും പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് രണ്ടും ഉണ്ടായിട്ടില്ല. ഒരു പ്രഖ്യാപനവും കാര്യമായി വന്നില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആയുർവേദ മേഖലയുമായി അല്ലെങ്കിൽ ആയുർവേദ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മുന്നോക്കം പോയിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. ഈ ആയുർവേദ മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഹബ്ബുകളുണ്ട്. മെഡിക്കൽ ആയുർവേദ സർവകലാശാലകൾ പോലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടും അതിലൊരു ഹബ്ബിൻ്റെയോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സർവകലാശാലയുടെ ഒരു ചെറിയ ആസ്ഥാനം പോലും കേരളത്തിലേക്ക് വന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മുടെ ടൂറിസം മേഖല പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ കടലോര മേഖലയുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാരവും പിന്നീട് ആയുർവേദ മേഖലയോട് അടുത്ത് കിടക്കുന്ന വിനോദസഞ്ചാരവും അതിനുപരി വനമേഖലയുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാരവും. ഇതിൽ നമ്മൾക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ആയുർവേദ മേഖലയുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാരമാണ്. വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടെങ്കിൽ പോലും നമുക്കൊന്നും വന്നിട്ടില്ല. പക്ഷേ ആയുർവേദ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. മെഡിക്കൽ ഹബ്ബുകൾ വരുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ സർവകലാശാലകൾ വരുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും കേരളത്തെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം. കാരണം നമുക്ക് കിട്ടാൻ അർഹതയുള്ളത്, നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളതിൽ പോലും നമ്മൾ കേരളത്തെ തഴഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ നികുതിയുമായി ബന്ധപ്പെട്ട ഇളവ് അനുവദിക്കുമ്പോൾ അത് കേരളത്തിൽ മാത്രമേ, ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ്, എല്ലാവർക്കും ലഭിക്കുന്നതാണ്, എല്ലാവർക്കും ഇതിൻ്റെ അനന്തരഫലം അവർ ഈ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് ഡി ബിനോയ് പറയുമ്പോൾ അതിൻ്റെ ചില വിശദാംശങ്ങളിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത്, കേന്ദ്ര ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇനി മുതൽ ഘട്ടങ്ങളായിട്ട് നിശ്ചയിച്ച് നൽകുമെന്നാണ് ധനമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത് ഈ ബജറ്റിൽ. അതായത് നിശ്ചിത സമയപരിധി കഴിഞ്ഞും ആദായ നികുതി റിട്ടേണുകളിൽ മാറ്റം വരുത്താൻ ഇനി മുതൽ സാധിക്കും ഈ ബജറ്റ് അനുസരിച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു തുക അധികമായിട്ട് നൽകേണ്ടി വരുമെന്നുള്ള കാര്യം കൂടി മന്ത്രി ഈ ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഡി ബിനോയ്. ഈ വിദേശത്തുള്ള സ്ഥാവരമല്ലാത്ത ആസ്തികൾ വെളിപ്പെടുത്താത്തവർക്ക് ആശ്വാസകരമായ ഒരു പ്രഖ്യാപനം കൂടി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതായത് വിദേശത്തുള്ള ആസ്തികളോ വരുമാനമോ വെളിപ്പെടുത്താത്തവർക്കായിട്ട് 6 മാസത്തെ പ്രത്യേക വൺ ടൈം സ്കീം ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ 20 ലക്ഷം രൂപയിൽ താഴെ മൂല്യമുള്ള ഇത്തരം വിദേശ ആസ്തികൾ വെളിപ്പെടുത്താത്തവർ അതിന് സന്നദ്ധമായാൽ മുൻകാല പ്രാബല്യത്തോടുകൂടി പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്നൊക്കെ ഒഴിവാക്കി നൽകുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നിലവിൽ 20 ലക്ഷം രൂപയിൽ താഴെ ആകെ മൂല്യമുള്ള വിദേശ ആസ്തികൾ വെളിപ്പെടുത്താത്തവർക്ക് പിഴ ഈടാക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇവർക്ക് ശിക്ഷാ നടപടികളിൽ നിന്ന് സംരക്ഷണം നൽകാനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. പക്ഷേ വിദേശ ആസ്തി വരുമാനങ്ങൾ വെളിപ്പെടുത്താത്ത 1 കോടി രൂപ വരെയുള്ള വരുമാനത്തിന് 30% പിഴ ഈടാക്കും എന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. വരുമാനം കുറച്ച് കാണിക്കുന്നതായിട്ട് തെളിഞ്ഞാൽ 100% ആദായ നികുതി പിഴ ചുമത്തുമെന്ന് ധനമന്ത്രി താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 1.5 മണിക്കൂർ നീണ്ട ഈ പ്രസംഗത്തിൽ, ബജറ്റ് പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത് കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വലിയ പരിഗണന ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ അസ്ഥാനത്തായി എന്ന് മാത്രമല്ല, മുൻപേ നിശ്ചയിക്കപ്പെട്ട പദ്ധതികളുടെ ആവർത്തനത്തിൽ അത് ഒതുങ്ങി എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ബിനോയ്, തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. പിന്നെ ഉള്ള എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോൾ സെൻറ്ററുകൾക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു നികുതി ഇളവാണ്. ഈ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് അത് സ്വാഭാവികമായും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പല ആളുകളും ഇത്തരത്തിൽ അവരുടെ വിദേശത്തുള്ള സ്വത്തുവകകൾ മറച്ചു വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു നികുതി വെട്ടിപ്പ്. പക്ഷേ ആ നികുതി വെട്ടിപ്പിൻ്റെ ഒരു പ്രത്യേകതയോട് വേണ്ടി നേരത്തെ നിന്ന് വ്യത്യസ്തമായി പിഴയടച്ചാൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു, അങ്ങനെ ഒരു ആനുകൂല്യം ലഭിച്ചിരിക്കുന്നു. അത്തരത്തിലൊരു ആനുകൂല്യം കൂടി ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെയും കോൾ സെൻറ്ററുകൾക്ക് നൽകിയിരിക്കുന്ന നികുതി ഇളവ്
അത് നല്ലൊരു കാര്യമാണ്. കാരണം കോൾ സെൻറ്ററുമായി ബന്ധപ്പെട്ട് ചെറുകിട സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ഒപ്പം തന്നെ വൻകിട സംവിധാനങ്ങളും ഒക്കെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കത് വലിയ തരത്തിൽ ഒരു സഹായകരമായി മാറും എന്നുള്ളത് എടുത്തു പറയാം. ഒപ്പം തന്നെ ഈ അർബുദം ഉൾപ്പെടെയുള്ള മരുന്നുകൾക്ക് നികുതി ഇളവ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിനകത്ത് ആ മരുന്നുകളുടെ പട്ടികയുടെ എണ്ണം, മരുന്നുകൾ ഉൾപ്പെടുന്ന പട്ടികയിൽ മരുന്നുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അത് ഒരു പക്ഷേ രോഗബാധിതർക്ക് ഒരു ആശ്വാസം എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് ഇന്ത്യയിൽ എല്ലായിടത്തും ബാധകമാകുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ്. അതേസമയം വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര പ്രഖ്യാപനങ്ങൾ സാധാരണഗതിയിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും വരുന്ന പതിവുണ്ട്. ഇത്തവണ അങ്ങനെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കാര്യമായ ഒരു പ്രഖ്യാപനവും എങ്ങും ഒരു സംസ്ഥാനത്തിനും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട് അങ്ങനെ കാര്യമായ പ്രഖ്യാപനങ്ങളും ഒന്നും വന്നിട്ടില്ല. നികുതി മേഖല അതുപോലെ തന്നെ അങ്ങനെ എടുത്തു പറയത്തക്ക ചില മേഖലകളിൽ മാത്രം കാര്യമായ തരത്തിൽ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ വരുമാനം എങ്ങനെയാണോ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ നിന്നാണോ രാജ്യത്തിന് വരുമാനം ലഭിക്കുന്നത് ആ മേഖലയ്ക്ക് ഒരു ഊന്നൽ നൽകിക്കൊണ്ട്, എന്നാൽ വരുമാനം ലഭിക്കാതെ മന്ദഗതിയിൽ മാത്രം ചിലവുകൾ നോക്കി മുന്നോട്ട് പോകുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരു കൈത്താങ്ങ് നൽകാതെയും പ്രത്യേകിച്ചും കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ തരത്തിൽ പിന്തുണ നൽകാതെയും ഒക്കെയുള്ള ഒരു ബഡ്ജറ്റായി മാത്രം ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ ബഡ്ജറ്റിൽ കേരളത്തിന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. ഇവിടെ കേവലം 2 പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഏറ്റവും വലിയ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷകളിൽ ഒന്നാണ് നമ്മുടെ ഈ നഗര വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ. ഇപ്പോൾ ഈ മെട്രോ പോലുള്ള റെയിൽ പദ്ധതികളുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരവും കോഴിക്കോടുമൊക്കെ വലിയ തരത്തിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ട് മുന്നോട്ട് പോകുന്ന നഗരങ്ങളാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ തിരുവനന്തപുരം ഇപ്പോൾ BJP കൂടി ഭരിക്കുന്ന ഒരു കോർപ്പറേഷനായി മാറിയിരിക്കുന്നു. ഇപ്പോൾ അവിടുത്തെ ഈ മെട്രോ റെയിൽ സംവിധാനങ്ങളോ അല്ലെങ്കിൽ നഗര വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഒരു പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണവും അതിനെല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, കേരളത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അവരുടെ പ്രസ്താവന ഇങ്ങനെ തന്നെയായിരുന്നു. 45 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്തേക്ക് പ്രധാനമന്ത്രി എത്തുന്നു. അവിടെ വെച്ച് തിരുവനന്തപുരത്തെ വികസനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു. പ്രഖ്യാപനം ഉണ്ടായില്ല. പകരം ആവശ്യങ്ങൾ അടങ്ങുന്ന ഒരു പട്ടിക നൽകി. ആ പട്ടികയിൽ ഉൾപ്പെട്ട കാര്യങ്ങളിൽ ഒന്നുപോലും തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അങ്ങനെ നോക്കുമ്പോൾ നഗര മേഖലയെയും ഗ്രാമീണ മേഖലയും ഒരുപോലെ നിരാശപ്പെടുത്തി കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. MS ഇതിൽ അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കേരളത്തിന് ഇല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കാണ് ഇത്ര ധൃതി, എന്തിനാണ് ഇത്ര ധൃതി എന്നുള്ള ആ വാക്യം ഒന്നുകൂടി നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരികയാണ്. എന്തായാലും ഈ ബജറ്റിനെ കുറിച്ച് വ്യവസായ മന്ത്രി P. രാജീവ് പ്രതികരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കേന്ദ്ര ബജറ്റിൽ കേരളത്തിനായിട്ട് ആകെ പ്രഖ്യാപിച്ചത് ധാതു ഇടനാഴിയാണ്. പക്ഷേ കേരളത്തിൻ്റെ വിലപ്പെട്ട ആ ധാതു സമ്പത്തിൽ അധികാരം സ്ഥാപിക്കാനാണോ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യത്തിൽ വിശദമായിട്ടുള്ള പരിശോധന ആവശ്യമാണ് എന്നാണ് വ്യവസായ മന്ത്രി P. രാജീവ് പറയുന്നത്. അതായത് കേരളത്തിന് സമ്പൂർണ്ണമായിട്ടുള്ള അവഗണന ഒന്ന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ധാതു ഇടനാഴിയാണ്. ആ ധാതു ഇടനാഴി പോലും കേരളത്തിനുള്ള ഒരു സമ്മാനമായിട്ട് നൽകുകയല്ല, കേരളത്തിൻ്റെ മേൽ കൈകടത്താനുള്ള ഒന്നാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് P. രാജീവ് പറയുന്നത്. ഈ കേരളത്തിൻ്റെ വിലപ്പെട്ട ധാതു സമ്പത്തിന്മേൽ അധികാരം സ്ഥാപിക്കാനാണോ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിൽ വിശദമായിട്ടുള്ള പരിശോധന ആവശ്യമാണ് എന്നാണ് മന്ത്രി P. രാജീവ് പറയുന്നത്. നിർമ്മാണ മേഖലയിൽ വലിയ ഡിമാൻഡുള്ള നമ്മുടെ അപൂർവ ധാതുക്കളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് P. രാജീവ് സൂചിപ്പിച്ചിരിക്കുന്നു. ഇത് മാത്രമല്ല, ധാതുക്കളുടെ വിൽപ്പനയിൽ കേന്ദ്രത്തിന് നേരിട്ട് അധികാരം നൽകുന്ന തരത്തിലുള്ള നിയമ ഭേദഗതികൾ ഇതിൻ്റെ ഭാഗമാണോ എന്ന് പരിശോധിക്കണമെന്നും P. രാജീവ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ജനുവരി 29-ാം തീയതിയിലെ കേരള ബജറ്റ്, ആ കേരള ബജറ്റിൽ വിഴിഞ്ഞം മുതൽ ചവറ വരെ ഒരു ധാതു ഇടനാഴി ധനമന്ത്രി KN ബാലഗോപാൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെ കേന്ദ്രം സമാനമായിട്ടുള്ള പദ്ധതി കൊണ്ടുവരുന്നത് ദുരൂഹമാണ് എന്നാണ് വ്യവസായ മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റിൽ കേരളത്തിൽ കടുത്ത അവഗണനയാണ് എന്ന് മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നു. എയിംസ്, അതിവേഗ റെയിലിടനാഴി ഇതൊന്നും കേരളത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് അങ്ങേയറ്റത്തെ വിവേചനമാണ് എന്നാണ് വ്യക്തമാകുന്നത് എന്നാണ് മതിയില്ല. അപ്പോൾ എയിംസിനായിട്ട് കോഴിക്കോട്ട് കിനാലൂരിൽ വ്യവസായ വകുപ്പിൻ്റെ ഭൂമി നൽകിയ കാര്യം, ഒപ്പം തന്നെ നടപടികളെല്ലാം പൂർത്തിയാക്കിയ കാര്യം,
എന്നിട്ടും ബജറ്റിൽ കേരളത്തിൻ്റെ പേരില്ല. അപ്പോൾ പല തവണകളായിട്ട് ഈ ആവശ്യം ഉന്നയിച്ചിട്ടും തഴയുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം സ്ഥലങ്ങളുടെ വിവരം ചോദിച്ച കേന്ദ്രത്തിന് 3 സ്ഥലങ്ങളുടെ പട്ടിക നൽകുകയുണ്ടായി. പിന്നീട് ഒരിടം മാത്രം നിശ്ചയിക്കപ്പെട്ടു. കോഴിക്കോട് കിനാലൂർ അതിനുവേണ്ടി തെരഞ്ഞെടുത്തു. വ്യവസായ വകുപ്പിന് വലിയ ഡിമാൻഡുള്ള സ്ഥലമായിരുന്നിട്ടും എയിംസിന് വേണ്ടി അത് ആരോഗ്യ വകുപ്പിന് വിട്ടുകൊടുത്തു. ഇതെല്ലാം പാലിച്ചിട്ടും കേരളത്തെ അവഗണിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് വ്യവസായ മന്ത്രി പി രാജീവിൻ്റെ പ്രതികരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഡി ബിനോയ്. തീർച്ചയായും ഞാനിത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. കേരളത്തിൻ്റെ ഏകദേശം നമ്മുടെ കൊല്ലം തീരം മുതൽ ആലപ്പുഴ വരെ നീണ്ടു കിടക്കുന്ന കരിമണൽ, ആ കരിമണൽ അതിനെ ചൊല്ലിയാണ് നേരത്തെ തന്നെ ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്ന, അല്ലെങ്കിൽ കടൽ മണൽ ഖനനവും കടൽ മണൽ ഖനനത്തിന് ശേഷം അതിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഇനം തിരിച്ചുകൊണ്ട് അത് കയറ്റി അയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു വ്യവസായം വളരെ ചെറിയ തരത്തിൽ മാത്രമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്നത്. ആ വ്യവസായത്തിലേക്ക് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണ് ഉണ്ടായിരുന്നതാണ്. പ്രത്യേകിച്ചും കേരളത്തിലും തമിഴ്നാട്ടിലും ഇത്തരത്തിൽ ധാതുക്കൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള മണൽ വളരെ സ്ഥലങ്ങളിലുണ്ട്. ആ മണൽ കൊള്ളയടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ധാതു ഇടനാഴി എന്ന് പറയുന്ന ഇതുവരെ കേൾക്കാത്ത ഒരു ഇടനാഴിയിലേക്ക്, അല്ലെങ്കിൽ അതായത് ഇങ്ങോട്ടൊന്നും തന്നില്ല, ഇങ്ങോട്ട് ഒന്നും തന്നില്ല എന്ന് മാത്രമല്ല, ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നു എന്നുള്ള രീതിയിലേക്ക് കൂടി അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഡി ബിനോയ്. തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം കേരളത്തിൻ്റെ തീരത്തെ കേന്ദ്രം കണ്ണുവെച്ചിട്ട് കുറേ നാളുകളായി. കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ വലിയ തരത്തിൽ ചർച്ചയായതാണ് ബ്ലൂ ഇക്കോണമിയും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു മന്ത്രി തന്നെ അതിനകത്ത് ആ വിവാദത്തിൽ കുടുങ്ങപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഇത്തരത്തിൽ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ധാതു അക്കളിൽ കണ്ണുവെക്കുകയും അത് കടത്തുവാൻ വേണ്ടി ഒരു ഇടനാഴി കൂടി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു വികസനമായി നമ്മൾ കാണേണ്ട. ഇത് ഒരു പക്ഷേ ഈ ധാതു ഖനനം വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും വിദേശ കമ്പനികളായിരിക്കും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കരാറുകാരായി വരും. ഇപ്പോൾ തന്നെ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കൊല്ലം തീരത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് ആ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനിയും അവസാന ഘട്ടത്തിൽ അതിൻ്റെ കരാർ ഏറ്റെടുക്കാൻ വരാതിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിലനിൽക്കുമ്പോഴാണ് ഒരു ധാതു ഖനന ഇടനാഴി എന്ന് പറയുന്ന ഈ പ്രഖ്യാപനം. ഇതൊരു പക്ഷേ ഒരു ചരിത്രത്തിലെ പ്രഖ്യാപനമായിട്ട് മാറപ്പെടാം. ഇത് എന്താണ് ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ തദ്ദേശീയമായി എന്തെങ്കിലും വികസനം ഇതിൻ്റെ പിന്നാലെ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയാതെ ഒരു പ്രഖ്യാപനം. കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ തീരത്ത് ഏറ്റവും കൂടുതൽ കരിമണൽ നിക്ഷേപമുള്ളത് കേരളത്തിലാണ്. ആ കേരള സമുദ്രതീരത്താണ്. ആ കേരളത്തിലെ ആളുകൾ സംബന്ധിച്ചിടത്തോളം ഏറെ നാളുകളായി അവരെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ചും ചവറ മേഖലയിൽ സമരങ്ങൾ നടക്കുന്നുണ്ട് ഈ ധാതു ഖനനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ സമരങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്ന സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ കൊണ്ട് പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഈ ധാതു ഇടനാഴി കേരളത്തെയും തമിഴ്നാടിനെയൊക്കെ ബന്ധിപ്പിച്ച് നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നത് എന്ന് പറയേണ്ടി വരും. അതിൽ വ്യവസായ മന്ത്രി പറഞ്ഞത് ലെവലേശം തെറ്റില്ല. അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞ അതിലെ വസ്തുതകൾ അത് നമുക്ക് കൃത്യമായി മുഖവിലേക്ക് എടുക്കാവുന്നതുമാണ്. MS ബിനോയ്, ഇതിൽ ഈ അതിവേഗ റെയിലുകൾ പ്രഖ്യാപിക്കുന്ന വേളയിൽ തീർച്ചയായിട്ടും അത് കേരളത്തിനുണ്ടാവുമെന്നുള്ള വലിയ പ്രതീക്ഷയുള്ളത് കൊണ്ട് തന്നെ കേരളം എന്ന വാക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ നാവിൽ നിന്ന് വരുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നൊരവസ്ഥയുണ്ട്. വാസ്തവത്തിൽ കേരളത്തെ സംബന്ധിച്ചിട്ട് എല്ലാ കാലഘട്ടത്തിലും കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിക്കപ്പെടുന്ന വേളയിൽ ആ 1, 2, 3 മണിക്കൂർ നീളുന്ന അതാത് മന്ത്രിമാരുടെ സ്വഭാവത്തിനും ബജറ്റിൻ്റെ നീളത്തിനും ഒക്കെ അനുസരിച്ചിട്ട് നീളുന്ന ആ ബജറ്റിൽ കേരളം എന്ന വാക്ക് വളരെ അപൂർവമായിട്ട് മാത്രമേ കേൾക്കാൻ കഴിയുകയുള്ളൂ. കാത് കൂർപ്പിച്ചിരിക്കണം, എപ്പോഴെങ്കിലും വന്നാലായി എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചുള്ള പൊതുവായിട്ടുള്ള അവസ്ഥ. പക്ഷേ ഇവിടെ അതിവേഗ റെയിൽ പ്രഖ്യാപിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളം എന്ന വാക്ക് വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അത് വരാത്ത വേളയിൽ വരാഞ്ഞപ്പോൾ കേരളത്തിലെ MP എഴുന്നേറ്റ് നിന്നിട്ട് കേരളം 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 എന്നൊരു നാട് ഇവിടെയുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്. അപ്പോൾ ചെന്നൈ മുതൽ ന്യൂഡൽഹി വരെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള 7 അതിവേഗ റെയിലുകളാണ് പ്രഖ്യാപിച്ചത്. അവിടെയാണ് കേരളം ഇല്ലാതായി പോയത്.
അപ്പോൾ ആ ഒരു വലിയ ഒരു അതിവേഗത്തിൽ ഈ റെയിൽ പാഞ്ഞു പോകുന്നു. ആ പാഞ്ഞു പോകുമ്പോൾ കേരളത്തിൽ നിന്ന് കയറാൻ വേണ്ടി നിൽക്കുന്നവരുടെ മുൻപിലേക്ക് വണ്ടി നിർത്താതെ പോകുന്നതിന് സമാനമായൊരു അവസ്ഥയാണ് അവിടെ വന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇപ്പോഴും നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഈ അതിവേഗ റെയിൽ എന്ന് പറയുന്നത്, അതിവേഗ റെയിൽ പാത എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊരു പരാമർശമേ ഇല്ല എന്ന് പറയുമ്പോൾ അതിലൂടെ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞ് ഈ പറയുന്ന വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ ഒന്നുമില്ലാതെ അവഗണിക്കപ്പെട്ടിട്ട് എങ്കിലും വിശ്വസിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് വോട്ട് ചെയ്താൽ മാത്രമേ കേരളത്തെ പരിഗണിക്കുകയുള്ളൂ എന്നുള്ള നിലയിലേക്കുള്ള ഒരു അവസ്ഥയിലേക്കാണോ BJPയും സംഘപരിവാറും അതിൻ്റെ തെരഞ്ഞെടുപ്പ് അജണ്ട വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു കടന്നു കൈയായിട്ടുള്ള ഒരു വിലയിരുത്തലായിട്ട് തോന്നിയേക്കാം. പക്ഷേ അങ്ങനെ വിചാരിക്കാതിരിക്കാനും മാർഗമില്ല. അപ്പോൾ രാജ്യത്തെ വൻ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള 7 അതിവേഗ റെയിൽവേ ഇടനാഴിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രഖ്യാപനത്തിൻ്റെ പിന്നാലെയാണ് നമ്മുടെ MP-മാർക്ക് എഴുന്നേറ്റ് നിന്നിട്ട് ഈ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് ഇവരുടെ മനസ്സിലേ ഇല്ലേ എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. 2 താരതമ്യങ്ങളാണ്. ഒന്ന് തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ കേരളത്തെ അവഗണിച്ചപ്പോൾ തമിഴ്നാടിനെ വാരിപ്പുണരുന്നൊരവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ ഈ തമിഴ്നാടിന് നൽകിയിരിക്കുന്ന എന്തൊക്കെയാണ്? 7 അതിവേഗ റെയിൽ ഇടനാഴിയിൽ 2 എണ്ണം തമിഴ്നാടിന് നൽകിയിരിക്കുന്നു. ഹൈദരാബാദ് ചെന്നൈ ബംഗളൂരു, ഈ 2 പ്രഖ്യാപനങ്ങൾ. ബാക്കിയുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ 2 സംസ്ഥാനങ്ങൾ, 2 രീതികൾ, 2 സമീപനങ്ങൾ. ഡി ബിനോയ്. തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇതിനകത്ത് ഒരു കാര്യം, രാഷ്ട്രീയം കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലതെന്നും. കാരണം ഈ BJPക്ക് വലിയ അല്ലെങ്കിൽ അടുത്ത സമയത്തൊന്നും കേരളത്തിലേക്കൊരു വലിയ അട്ടിമറി നടത്തി ഭരണം മറിക്കാനോ ഒന്നും പറ്റത്തില്ല എന്ന് അവർക്ക് നല്ല ഭംഗിയായിട്ട് അറിയാൻ കഴിയും, അല്ലെങ്കിൽ നന്നായി അവർക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ തമിഴ്നാട്ടിലേക്ക് അവരുടെ കണ്ണ് വച്ചിരിക്കുന്നത്, കർണാടകയിലേക്ക് അവരുടെ കണ്ണ് വച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ BJPക്ക് വലിയ തരത്തിൽ ഒരു മുന്നേറ്റം നടത്താൻ കഴിയും. അപ്പോൾ അവരുടെ മുന്നിലേക്ക് തമിഴ്നാട്ടിലും കർണാടകയിലും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ സീറ്റുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് രാഷ്ട്രീയപരമായൊരു നേട്ടം ഈ സമീപകാലത്ത് അവർക്ക് ഉയർത്താൻ കഴിയും എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം കേരളത്തിൽ നടക്കില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും അവർ പക്ഷേ കേരളത്തെ പ്രഖ്യാപനത്തിൽ പോലും ഉൾപ്പെടുത്താത്തത് എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കേണ്ടി വരും. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വികസനം, കേരളത്തിൻ്റെ പ്രതീക്ഷകളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രിക്ക് വന്നുപോയപ്പോഴുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം നടന്ന പ്രഖ്യാപനങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് വലിയ നിരാശാജനകം. ഈ സമീപകാലത്തെ ബഡ്ജറ്റുകളിലൊന്നും തന്നെ ഇത്തരത്തിലൊരു നിരാശ കേരളത്തിനുണ്ടായിട്ടില്ല. കാരണം കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കേരളത്തിന് ഉണർവ് സമ്മാനിക്കുന്ന ഒരു പദ്ധതിയോ അല്ലെങ്കിൽ ഒരു സഹായമോ ഒന്നും തന്നെ ഉൾപ്പെടുത്താത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു ബഡ്ജറ്റായിപ്പോയി എന്ന് തന്നെ ഇതിന് പറയേണ്ടി വരും. അയൽ സംസ്ഥാനക്കാർ അല്ലെങ്കിൽ അയൽ സംസ്ഥാനക്കാർ പ്രതീക്ഷിക്കാത്തതിനും അപ്പുറത്തേക്കുള്ള നേട്ടങ്ങൾ അവർക്ക് ലഭിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലും ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൽ കേരളം സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, ബഡ്ജറ്റിൻ്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ ഓഹരി വിപണിയിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു. സെൻസസിലൊക്കെ വലിയ തരത്തിൽ ഇടിവുണ്ടായി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം അതിനും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക അല്ലെങ്കിൽ ഇന്ത്യൻ ഓഹരിക്ക് വലിയ തരത്തിലുള്ള ഒരു ഉയർച്ചയ്ക്കുള്ള സാധ്യതാപരമായ ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വിപണിയിൽ അല്ലെങ്കിൽ ഈ ഷെയർ മാർക്കറ്റിൽ വലിയ തരത്തിലുള്ള ഒരു ഇടിവിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അതൊരു ചാഞ്ചാട്ടം, വിപണിയിലെ ചാഞ്ചാട്ടം അടുത്ത 2-3 ദിവസങ്ങളിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആയാലും ഓഹരി വിപണിയിൽ വലിയ തരത്തിലുള്ള ഇടിവുണ്ടായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ ബഡ്ജറ്റ് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും കാര്യമായ ഒരു ചലനം സൃഷ്ടിക്കാൻ, അതായത് വികസനപരമായ ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ആദ്യ പ്രതിഫലനമാണ് ഈ ഓഹരി വിപണിയിലുണ്ടാകുന്ന ഈ ഇടിച്ചിൽ അല്ലെങ്കിൽ ഓഹരി വിലയിലുണ്ടാകുന്ന കുറവ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. MS. ഡി ബിനോയ്, ഇപ്പോൾ ഈ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, കേരളത്തെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ബജറ്റ് നിരാശാജനകമാണ്, നിരാശാകരമാണ് എന്ന് പ്രചരിപ്പിക്കുന്നു സംസ്ഥാന സർക്കാർ, അവിടുത്തെ മന്ത്രിമാർ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ നിരാശാജനകമെന്ന് പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് നേരത്തെ അനുവദിക്കപ്പെട്ട പദ്ധതികൾ അതിവിടെ നടപ്പാക്കിയില്ല, സംസ്ഥാനം നടപ്പാക്കിയില്ല.
അതുകൊണ്ടാണ് പുതിയ പദ്ധതികൾ വരാത്തത് എന്നുള്ളതിലേക്കുള്ള പ്രതികരണവുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടുള്ളത്. അതേക്കുറിച്ച് കൂടി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഈ ബജറ്റിനെ മുൻനിർത്തിക്കൊണ്ട് ഇടവേള കഴിഞ്ഞ് നമുക്ക് തിരികെ എത്താം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വലിയ അവഗണന എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അവഗണന ഉണ്ടായിട്ടില്ല, അത് നിരാശാജനകമാണ് എന്നൊക്കെ പറയുന്നത് സർക്കാർ പ്രചരിപ്പിച്ചു വിടുന്ന കാര്യങ്ങളാണ് എന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇതുവരെയുള്ള പ്രഖ്യാപിച്ച കാര്യങ്ങളൊന്നും കേരളം നടപ്പാക്കിയിട്ടില്ല എന്നുകൂടി രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ സിൽവർ റെയിൽ, അതായത് റെയിൽ പദ്ധതി മുടങ്ങിയതോട് കൂടിയിട്ട് മെട്രോമാനായിട്ടുള്ള ശ്രീധരൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽ കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്ത് നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ കൊണ്ട് സജീവമായിരുന്നു. അതൊക്കെ ഊഹാപോഹങ്ങൾ മാത്രമാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ തകിടം മറിഞ്ഞിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ആശീർവാദത്തോടു കൂടി വരുന്ന പദ്ധതിയുടെ DPR ഒക്കെ പൂർത്തിയാക്കാനുള്ള നടപടികൾക്കൊക്കെ ശ്രീധരൻ തുടക്കം കുറിച്ചു എന്നുള്ള വാർത്തകളും വരികയുണ്ടായി. ഇതിനിടെയാണ് കേന്ദ്രത്തെയും അതേപോലെ തന്നെ ശ്രീധരനെയും വെട്ടിക്കൊണ്ട് സംസ്ഥാന സർക്കാർ റാപ്പിഡായിട്ടുള്ള റെയിൽ പദ്ധതി പ്രഖ്യാപിച്ചത്. ഇതോടുകൂടി അത് വലിയ രാഷ്ട്രീയ വിവാദവും ആയിട്ട് മാറുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബജറ്റിൽ സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള കാത്തിരിപ്പിനിടെ കേരള അതിവേഗ റെയിലിനെ കുറിച്ച് മിണ്ടാട്ടം ഇല്ലാതെയാണ് ബജറ്റ് അവതരണം പൂർത്തിയായിരിക്കുന്നത്. ഇത് ഒരു ഭാഗത്ത് അത് നിൽക്കെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിരാശാകരമല്ല ബജറ്റ് എന്ന് മാത്രമല്ല സർക്കാർ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ നടപ്പാക്കാൻ സഹകരിച്ചിട്ടില്ല എന്നുള്ള വാദം ഉയർത്തുന്നത്. ബിനോയ്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലാകെ പ്രഖ്യാപിച്ചിരിക്കുന്ന യുവാക്കൾക്കും സ്ത്രീകൾക്കും വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളെല്ലാം കേരളത്തിനും ബാധകമാണ്. അതെല്ലാവർക്കും അറിയാം. ഒരു യൂണിയൻ ബഡ്ജറ്റിനകത്ത് സാധാരണ പ്രഖ്യാപിക്കപ്പെടുന്ന പദ്ധതികളെല്ലാം തന്നെ കേരളത്തിനും ലഭിക്കും അതെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി കടന്ന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു NDA സർക്കാർ വന്നാൽ എല്ലാം നടപ്പിലാക്കും, ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വരണം, അതുവരെ ഇങ്ങനെയൊക്കെയാണ്. അതിൻ്റെ അർത്ഥം BJP ലക്ഷ്യം വയ്ക്കുന്നത് ഭരണമുണ്ടെങ്കിൽ ഇവിടെ വികസനം തരും, ഭരണം കിട്ടിയില്ലെങ്കിൽ വികസനം ലഭിക്കില്ല എന്നുള്ള ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ചർച്ചകളാവാം, ചർച്ച ചെയ്ത് ചർച്ചകളിലൂടെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നീങ്ങാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ വരും. എന്ത് ചർച്ച എന്നുള്ളതല്ല. കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, കേരളത്തിലെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പോണ സ്ഥലങ്ങളിലും വരുന്ന സ്ഥലങ്ങളിലും പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ പറയുന്നൊരു സാധനമാണ് എയിംസ്. ഒരു പക്ഷേ കേരള ജനത 10 വർഷം മുമ്പ് കേട്ടു തുടങ്ങിയ ഒരു വാക്കാണ് എയിംസ് എന്ന് പറയുന്നൊരു വാക്ക്. അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടത്തിൻ്റെ ഒരു പഠനം അല്ലെങ്കിൽ ഒരു പദ്ധതി രേഖ തയ്യാറാക്കാനെങ്കിൽ പോലും ആ ബഡ്ജറ്റിൽ ഒന്ന് പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ, അതിന് സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു നീക്കം നടത്താൻ ആ ബഡ്ജറ്റിൽ പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ, ഇവർ പറയുന്നതെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ BJPക്ക് പറഞ്ഞ് ആശ്വസിക്കാമായിരുന്നു, ഞങ്ങൾ പറഞ്ഞത് ചില കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാം, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമം തുടങ്ങി. BJP ഒരു വികസന പ്രവർത്തനത്തെക്കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു അവകാശവാദം ഉന്നയിക്കാനുള്ള ഒരു അർഹതയും BJPക്കില്ല. പക്ഷേ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ NDA സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇവിടെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വരും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വികസനങ്ങൾ വരും. അത് ഫെഡറൽ സംവിധാനമുള്ള ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഒരിക്കൽ പോലും ഇത്തരം പ്രസ്താവനകൾ അനുയോജ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതുമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് എന്ത് കിട്ടാത്തത് നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കേരള ജനത ഒറ്റക്കെട്ടായി ചിന്തിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിന് ഒരു വഴിയില്ല. രാഷ്ട്രീയപരമായി ചിന്തിക്കുകയോ ചർച്ച ചെയ്യുകയോ വേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ വികസനത്തിന്, കേരളത്തിൻ്റെ വികസനത്തിന് കാര്യമായ ഒരു പരിഗണനയും ലഭിക്കാത്ത ഒരു ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറഞ്ഞു വയ്ക്കാം. BJP സംബന്ധിച്ചിടത്തോളം BJP ഇനി തുടർ ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കും, സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തും, സംസ്ഥാന സർക്കാരിനെ പഴിചാരും, അതൊക്കെ സംഭവിക്കാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് BJP ഉന്നയിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ BJP ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ, BJP അധ്യക്ഷൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതൊരു രാഷ്ട്രീയപരമായ വാക്കുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ചർച്ചകൾ എന്നതിനപ്പുറത്തേക്ക് വികസനപരമായ ഒരു കാര്യവും മനസ്സിൽ വെച്ചല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാം. MS ഇതിൽ വ്യവസായ മന്ത്രി P രാജീവ് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, പ്രതികരിച്ചത് ബജറ്റ് വന്നപ്പോൾ ധാതു ഇടനാഴി കേരളത്തെ സംബന്ധിച്ചിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ധാതു ഇടനാഴി അത് ഇങ്ങോട്ട് കേരളത്തിൻ്റെ മേൽ, കേരളത്തിലെ ധാതു മേഖലയിൽ അവകാശം സ്ഥാപിക്കാനും ഇടപെടാനുമുള്ള കേന്ദ്രത്തിൻ്റെ ത്വരയാണ് അതിൻ്റെ പിറകിൽ എന്നുള്ള ആശങ്ക പങ്കുവെക്കുകയുണ്ടായി. അതേ ആശങ്ക തന്നെയാണ് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും പങ്കുവച്ചിരിക്കുന്നത് ഈ ധാതു ഇടനാഴിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇതിൽ മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത്, ഈ ബജറ്റിനെ കുറിച്ച് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഈ
അവഗണന, കേരളത്തിനുള്ള അവഗണനയെ എങ്ങനെ ഒരു കാർട്ടൂണാക്കാമെന്ന് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ചില സൂചനകൾ നൽകാമെന്ന് വിചാരിക്കുകയാണ്. ആമയും മുയലും തമ്മിലുള്ള ഓട്ടമത്സരം ഓർക്കുന്നുണ്ടാവും. ഇവിടെ ഇപ്പോൾ അതിവേഗ റെയിൽ എന്ന് പറയുന്നത് അതിവേഗത്തിലെത്തേണ്ട ഒന്നാണ്. അതാണ് കേരളം ആഗ്രഹിച്ചിരുന്നത്. അതിവേഗമടക്കമുള്ള ഒരു കാര്യത്തിലും ഒന്നും പ്രഖ്യാപനമുണ്ടായില്ല എന്ന് മാത്രമല്ല, ഒട്ടും വേഗതയില്ലാത്ത കടലാമ ആണ് വരുന്നത്. അപ്പോൾ കടലാമ ഒരു ഒച്ചിഴഞ്ഞ് വരുന്നത് പോലെ ആമയുടെ വേഗത്തിൽ വരുന്ന ഒരു രൂപത്തിലുള്ളൊരു കാർട്ടൂൺ മനസ്സിൽ കാണാൻ കഴിയുന്നുണ്ടോ ഡി ബിനോയ്? തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം കേരളത്തിൻ്റെ വികസന പ്രതീക്ഷകൾ വളരെ വലുതായിരുന്നു. ആ ഒരു വികസന പ്രതീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകേണ്ടത് കേന്ദ്രമാണ്. ഇതിനകത്ത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കണം. ഈ യുവാക്കളിൽ നല്ലൊരു ശതമാനവും വികസനത്തിന് പിന്നാലെ പോകുന്നതാണ്, അല്ലെങ്കിൽ വികസനം ആഗ്രഹിക്കുന്നവരുമാണ്. ഇവിടെ ഈ ആമയും മുയലും പോലുള്ള ഒരു ഓട്ടമത്സരം പോലെ തന്നെ ആവാം ഇവിടുത്തെ രാഷ്ട്രീയവും ഇവിടുത്തെ വികസനവും ബഡ്ജറ്റും എന്ന് വേണമെങ്കിൽ തീർച്ചയായും നമുക്ക് പറഞ്ഞു വെക്കാം. അത് തന്നെയായിരിക്കും. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് തന്നെ നമുക്ക് എത്തിച്ചേരുകയും ചെയ്യാം. പക്ഷേ ഇവിടെ ശ്രീ KC വേണുഗോപാലും അതുപോലെ തന്നെ P രാജീവും പറഞ്ഞു വെക്കുന്നത് ഒരേ അർത്ഥം തന്നെയുണ്ട്. നമ്മൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, എത്രയോ വർഷം കേരളത്തിന് മറ്റ് ഒരു തരത്തിലും ആശ്രയിക്കാതെ കേരളത്തിൽ തന്നെ ഈ ധാതു ഖനനം ചെയ്ത് അതിനെ തരം മാറ്റി അതിനെ കയറ്റി അയച്ചു കഴിഞ്ഞാൽ കേരളത്തിന് വർഷങ്ങളോളം ജീവിക്കുന്നതിന് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്നത്രയും ധാതു സമ്പത്താണ് നമ്മുടെ തീരപ്രദേശത്ത് അടിഞ്ഞു കിടക്കുന്നത്. അതിൽ ഒരു കണ്ണുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ധാതു ഖനന ഇടനാഴി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇടനാഴി ഇപ്പോൾ പ്രഖ്യാപിച്ചത്. അത് തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ധാതു ഖനനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇതിപ്പോൾ ധാതു ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും ഒരു സ്വകാര്യ സ്ഥാപനം അവിടെ നിന്ന് ഒരു നുള്ളു മണ്ണെടുത്തു കഴിഞ്ഞാൽ അത് വലിയ ചർച്ചയാവും, അത് വലിയ തരത്തിലുള്ള സമരങ്ങളിലേക്ക് പോകും, അത് വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു പക്ഷേ അതിനെയെല്ലാം മറച്ചുകൊണ്ട് ഈ ഒരു ബഡ്ജറ്റിലൂടെ കേരളത്തിന് എന്തെങ്കിലും കുറച്ച് വിഹിതങ്ങൾ നൽകിക്കൊണ്ട് ഈ ധാതു മുഴുവൻ കേന്ദ്രത്തിൻ്റെ ഒരു പ്രത്യേക സംവിധാനത്തിലൂടെ ഒരു സാമ്പത്തിക നയം നടപ്പിലാക്കുന്നതിലൂടെ കൊണ്ടുപോകുക എന്നൊരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതിനൊരു പുതിയ പേര് ഈ ധാതു ഇടനാഴി അല്ലെങ്കിൽ ഖനന ഇടനാഴി എന്നൊരു പുതിയ പേര് നൽകി എന്നത് മാത്രം നമ്മൾ മനസ്സിലാക്കുക. ഇതുകൊണ്ട് കേരളത്തിന് എന്ത് നേട്ടമുണ്ടാകും എന്നുള്ളതൊക്കെ പറയേണ്ടതും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകേണ്ടതും ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചവരാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളാണ്. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുന്നിൽ ഉയർന്നു പൊങ്ങിയിരിക്കുന്ന ആശങ്കയ്ക്ക് തീർച്ചയായിട്ടും അർത്ഥമുണ്ട് എന്ന് തന്നെ പറഞ്ഞു വെക്കണം. അത്തരത്തിൽ ഒരു ആശങ്ക തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ ധാതു ഖനന മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിനുണ്ടായിരുന്നത്. അത് പല വിഷയങ്ങളിൽ അത് പലതരത്തിലുള്ള സംഘർഷങ്ങൾക്ക് വരെ ആലപ്പുഴയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ധാതു മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അടിയും ബഹളവും ഒക്കെ ഉണ്ടായിരിക്കുന്നു. പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ചയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ തരത്തിലേക്കുള്ള ഒരു ചർച്ചയിലേക്ക്, ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് ധാതു ഇടനാഴി മാറും. ഒരു വികസന ചർച്ചയാവില്ല, അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് ഇത് മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അത്തരത്തിൽ ഒരു പ്രഖ്യാപനം ആയിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. അതുപോലെ തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന കുറേ പദ്ധതികളുണ്ടായിരുന്നു. ഒന്ന് വിഴിഞ്ഞം തുറമുഖമുണ്ടായിരുന്നു, നമ്മുടെ റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു, കാർഷിക മേഖല പ്രത്യേകിച്ച് മലയോര മേഖലയിലെ കർഷകരുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു, അടിസ്ഥാന വർഗം പ്രത്യേകിച്ച് നമ്മുടെ വനമേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും പദ്ധതികളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാഭ്യാസ പദ്ധതികളോ അവരുടെ ശാക്തീകരണം സംബന്ധിച്ച് ഏതെങ്കിലും പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യവസായമോ ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു പ്രഖ്യാപനവുമില്ലാതെ സംസ്ഥാനത്തിന് ഒരു തരത്തിലും ഗുണം ചെയ്യാത്ത ഒരു ബഡ്ജറ്റ് കൂടി കടന്നു പോകുന്നു. ഇത് ശരിക്കും ചർച്ച ചെയ്യേണ്ടതാണ് എന്നുള്ളത് ഉറപ്പാണ്. അത് ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. MS ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഭൂതക്കണ്ണാടി വെച്ചിട്ട് കേരളത്തിന് എന്തൊക്കെ ലഭിച്ചു എന്ന് വിശദമായിട്ടൊന്ന് സൂക്ഷ്മ പരിശോധന നടത്തുകയാണെങ്കിൽ ചില കാര്യങ്ങൾ ലഭിക്കും. ഇവിടെ കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും ഇതേപോലെ കേരളം അവഗണിക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള വലിയ ദീർഘവിലാപങ്ങൾ എല്ലാവർക്കും നടത്തേണ്ടി വന്നു. ആ വിലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അന്ന് BJPക്ക് വേണ്ടി മാധ്യമങ്ങളോട് കാണാൻ വന്നത് K. സുരേന്ദ്രനാണ്. K.
കെ സുരേന്ദ്രൻ പറഞ്ഞത് ഈ പറഞ്ഞ സൂക്ഷ്മ പരിശോധനയിൽ കിട്ടിയ കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞിട്ട് ഇത്രയും പോരെ, ഒരു സംസ്ഥാനത്തിന് ഇത് പോരെ, കിട്ടിയതിനെക്കുറിച്ച് പറയൂ എന്നുള്ളതാണ്. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒന്നുകൂടി ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഇപ്പോൾ നാളികേര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും നാളികേര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി പ്രത്യേക പദ്ധതികൾ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ കേരളത്തിന് അതിൻ്റെ ചില ഗുണങ്ങൾ കിട്ടിയേക്കാം എന്ന് ഊഹിച്ചിരിക്കാനേ കഴിയുകയുള്ളൂ. അത് സവിശേഷമായിട്ട് കേരളത്തിൽ നിന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും എന്തോ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും. അതായത് അവരുദ്ദേശിക്കുന്നത് ഈ കേരളത്തിൻ്റെ നാളികേര അല്ലെങ്കിൽ ഇന്ത്യയിലെ നാളികേര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുണ്ട്. അവർക്ക് നാളികേരത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ നാളികേരം കിട്ടുന്നതിൻ്റെ കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ അത് റീപ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു പദ്ധതി, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഫലം കിട്ടുന്ന അല്ലെങ്കിൽ നാളികേരം കിട്ടുന്ന തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കും. അത് ഇനി വേണ്ടി വന്നാൽ ഇതിൻ്റെ മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് കയറ്റി അയക്കുന്നതുമായി ബന്ധപ്പെട്ട അതാണ് ഒന്ന് ലക്ഷ്യമിട്ടിരിക്കുന്നത് നാളികേരവുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ കശുവണ്ടിയുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം അതെ, കശുവണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് 2030 കശുവണ്ടി, കൊക്കോ എന്നിവയുടെയൊക്കെ പ്രീമിയം ഉൽപ്പന്നങ്ങളുടെ ആഗോള കേന്ദ്രമായിട്ട് രാജ്യം മാറും എന്നുള്ളതാണ്. അതും കേരളത്തിന് ഒരു പക്ഷേ ഗുണം ചെയ്തേക്കാം. തീർച്ചയായും നമ്മുടെ ഈ കാർഷിക മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട സാധനം കൊക്കോയും അതുപോലെ തന്നെ ഈ കശുവണ്ടി സംബന്ധിച്ചോളം കേരളത്തിൽ കശുവണ്ടി ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ കൊല്ലം മേഖല. അവിടെയാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി സംസ്കരണം നടക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലുള്ള കശുവണ്ടി തൊഴിലാളികളുള്ള ഒരു സ്ഥലം കൊല്ലമാണ്. കൊല്ലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രീമിയം ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ തുടങ്ങിയ വർഷങ്ങളായി. പക്ഷേ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഉണ്ടാകും എന്ന് അവർക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ഈ കൊക്കോ ഇടുക്കി പോലുള്ള നമ്മുടെ മലയോര മേഖലയിലെ കർഷകർ ഏറ്റവും കൂടുതൽ ഒരു സമയത്ത് ഈ റബ്ബറിൽ നിന്നും കൊക്കോയിലേക്കൊക്കെ കർഷകർ മാറിയിരുന്നു, കൊക്കോ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടൊക്കെ മാറിയിരുന്നു. അവർക്ക് വലിയ പിന്തുണയും അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും പ്രീമിയം ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ചോക്ലേറ്റ് നിർമ്മാണം ഉൾപ്പെടെയുള്ള മറ്റ് സാധനങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയിൽ എല്ലായിടത്തും കിട്ടുന്നത് പോലെ കേരളത്തിനും കിട്ടും എന്ന് പറഞ്ഞു വെക്കുന്നതിനപ്പുറത്തേക്ക് കേരളത്തിനായി പ്രത്യേകിച്ച് ഒരു പദ്ധതിയോ ഒരു പ്ലാനോ അതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം എന്നുള്ള പേര് തന്നെ നാളികേരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കശുവണ്ടി വികസനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ് കേരളം. കൊക്കോ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. പക്ഷേ ഈ 3 പദ്ധതികൾ കുറിച്ച് വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും കേരളവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പേര് എവിടെയും ചേർത്ത് പറയപ്പെടുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ സമയം ധനമന്ത്രി മാധ്യമങ്ങളെ കണ്ടു തുടങ്ങി, സംസ്ഥാന ധനമന്ത്രി മാധ്യമങ്ങളെ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിനും വലിയ തരത്തിലുള്ള പ്രതീക്ഷകൾ സംസ്ഥാന ബഡ്ജറ്റിന് ശേഷം കേന്ദ്ര ബഡ്ജറ്റിലുണ്ടായിരുന്നു, ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ അതിനെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കാര്യം, ഈ കോവിഡ് മഹാമാരിക്ക് ശേഷം ആയുർവേദം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യത നേടിയെന്ന് ബജറ്റ് പ്രസംഗത്തിൽ നിർമ്മലാ സീതാരാമൻ പറയുകയുണ്ടായി. ഒപ്പം തന്നെ രാജ്യത്ത് 3 ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കുമെന്ന് പറയുകയുണ്ടായി. അവിടെയും അതിലൊരെണ്ണമെങ്കിലും കേരളത്തിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്നേ വിചാരപ്പെടാൻ കഴിയുകയുള്ളൂ. ബിനോയ്, തീർച്ചയായും. അതായത് നമ്മുടെ ഈ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ആയുർവേദം ഈ വിനോദസഞ്ചാര മേഖലയുമായി അടുത്ത് ബന്ധപ്പെട്ട് ഉള്ള ഒരു സംവിധാനമാണ്. കാരണം ഈ കേരളത്തിലേക്ക് എത്തുന്ന പ്രത്യേകിച്ചും ഈ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടാതെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളിലധികം പേര് നമ്മുടെ ആയുർവേദവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് എത്തുന്ന നിരവധി പേരുണ്ട്. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും അധികം ആളുകൾ ആയുർവേദ ചികിത്സയ്ക്കായിട്ട് വരുന്ന വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കേരളം തന്നെയാണ്. തമിഴ്നാട്ടിലും ഇതുമായി ബന്ധപ്പെട്ട ഉഴിച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആളുകൾ പോകുന്നുണ്ട്. ഉണ്ടെങ്കിൽ തന്നെയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഈ ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആയുർവേദ കൂട്ടുകൾ, ആയുർവേദ വസ്തുക്കളൊക്കെ തന്നെ ലോകത്തെല്ലായിടത്തും വലിയ അധികം പ്രചാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ആയുർവേദ ഹബ്ബുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിന് പുറത്ത് പ്രഖ്യാപിക്കുമ്പോൾ ഇത്രയധികം നമ്മുടെ വനമേഖലയിൽ ഇത്രയധികം ആയുർവേദ സസ്യങ്ങൾ, ഔഷധ സസ്യങ്ങളൊക്കെ നമുക്ക് സുലഭമായി ലഭിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ഒരു ഹബ്ബ് എന്നുള്ളത് ഒരു പ്രഖ്യാപനമായി ഉയർത്തിയിരുന്നുവെങ്കിൽ അത് ഒരു പക്ഷേ കേരളത്തിന് വളരെ സഹായകരമായി, ഒരുപാട് പേർക്ക് ജോലി കിട്ടുമായിരുന്നു.
ഒരുപാട് ആളുകൾ കേരളത്തിലേക്ക് എത്തുമായിരുന്നു, ഒരുപാട് പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുമായിരുന്നു. ഈ ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതും പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു ആയുർവേദ ഹബ്ബ് അല്ലെങ്കിൽ ഒരു ആയുർവേദ സർവകലാശാല അല്ലെങ്കിൽ ഒരു ആയുർവേദ മെഡിക്കൽ കോളേജൊക്കെ നമുക്ക് വലിയ തരത്തിലൊരു പ്രതീക്ഷ, കേന്ദ്രത്തിൻ്റെ പിന്തുണയുള്ള ഒരു ആയുർവേദ മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുന്നത് കേരള സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു നേട്ടം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതിൽ പോലും അതായത് നമുക്ക് സുലഭമായി ലഭിക്കുന്ന വസ്തുക്കൾ, ആ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേട്ടം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല. അതുതന്നെയാണ് ധാതുവിൻ്റെ അല്ലെങ്കിൽ ധാതു ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലായാലും ഈ ആയുർവേദത്തിൻ്റെ കാര്യത്തിലായാലും കശുവണ്ടിയുടെ കാര്യത്തിലായാലും നാളികേരത്തിൻ്റെ കാര്യത്തിലായാലും നമുക്ക് എപ്പോഴും നമുക്ക് സ്വയം പര്യാപ്തമാകാൻ കഴിയുന്ന തരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വസ്തുക്കൾക്ക് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല എന്ന്. ഇതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ചില കമൻറ്റുകളൊന്നും ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയാണ്. പിച്ചച്ചട്ടിയുമായിട്ട് പോയിട്ട് തൊള്ള നിറച്ച് കിട്ടിയല്ലോ എന്നാണ് കേരളത്തെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്. കേരളത്തിന് കിട്ടിയത് കടലാമ സംരക്ഷണ കേന്ദ്രവും ധാതു ഇടനാഴിയും. ഇതാണോ മോദി തിരുവനന്തപുരത്ത് വന്ന് തള്ളിയിട്ട് പോയത് എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് ചോദിക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എയിംസുമായിട്ട് ബന്ധപ്പെട്ട് ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന എയിംസ് ഇത്തവണയും പ്രഖ്യാപിച്ചില്ല. ഓർക്കുക, ഈ നിമിഷങ്ങളിൽ കൃത്യമായിട്ടും വേണ്ടത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഒരു വിരൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എയിംസ് എവിടെ വേണം, ആലപ്പുഴയിൽ വേണമോ എന്നുള്ള രീതിയിലുള്ള ആ ചോദ്യം ചോദിക്കുകയും അതിൻ്റെ ഉത്തരങ്ങളായിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ വന്ന ആ പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ അസ്ഥാനത്താവുന്നു, വായുവിൽ അലിഞ്ഞു പോകുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എയിംസ് കേരളത്തിൽ വരുമെന്ന് ഉറപ്പ് നൽകിയ ഉറപ്പ് അപ്രത്യക്ഷമാവുന്നു. പ്രതീക്ഷയോടെ കാത്തിരുന്ന എയിംസ് ഇത്തവണയും പ്രഖ്യാപിക്കപ്പെടുന്നില്ല. അങ്ങനെ വായുവിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ വാക്കുകളൊക്കെ ശൂന്യതയിൽ അലിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയിലേക്ക് കൂടി ഈ ബജറ്റ് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ഈ ബജറ്റിൻ്റെ ഇനി പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ, അതിലെ പദ്ധതികളൊക്കെ പഠിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള പഠനങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ഓഹരിയിലെ തകർച്ച ഈ ബജറ്റിൻ്റെ സൂചന എന്താണ് നൽകുന്നു. എന്തായാലും കേരളത്തിനോടുള്ള അവഗണന തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.